ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആത്മാവാ ദൈവം നമുക്കായി തന്ന അനുഗ്രഹീതമായ ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ പകൽ നടക്കുന്നതായ ഉപവാസ പ്രാർത്ഥനയിലേക്ക് ഞാൻ ഹാർദവമായി നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യും. ഈ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരെയും സഭയായി കർത്താവ് സൂക്ഷിക്കുവാൻ തയ്യാർ. ശാരീരികമായ ചില പ്രയാസങ്ങൾ ചില കുടുംബങ്ങൾക്കകത്ത് പ്രിയപ്പെട്ടവർക്കൊക്കെ ഉണ്ടായെങ്കിലും ദൈവത്തിന്റെ കരുതലും അവിടുത്തെ സംരക്ഷണയിൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ ദൈവം പകർന്ന് കർത്താവ് സൂക്ഷിച്ചല്ലോ. അതിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും. ഈ മാസത്തിന്റെ ഈ പ്രാരംഭ ദിവസങ്ങളിൽ തന്നെ നമുക്ക് കർത്താവിന്റെ അടുക്കലേക്ക് അടുത്തു വരുവാനും ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ നിരത്തി പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് ഒരുക്കിയ അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യും. ദൈവം ആയുസ്സും ആരോഗ്യവും ഒക്കെ ദീർഘമായി തന്ന ഈ ഒരു മാസം നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ആത്മീക നന്മകളും ഭൗതിക അനുഗ്രഹങ്ങളും ഈ ആത്മീയ ശുശ്രൂഷയുടെ ഭാഗമായി നാം എല്ലാവരും പ്രാപിച്ച് കർത്താവിനെ ഉയർത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായും ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമുക്ക് വിവിധങ്ങളായ ആവശ്യങ്ങൾ മുൻപിലുണ്ട്. നമ്മെ കേൾക്കുന്ന, നമ്മെ അറിയുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മതിയായ ഒരു ദൈവത്തിന്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന ഒരിക്കലും കുറയാൻ പാടില്ല, ആരാധനകൾ ഒരിക്കലും മുടങ്ങാൻ പാടില്ല, ആത്മീയ ശുശ്രൂഷകൾക്ക് ഭംഗമുണ്ടാകാൻ പാടില്ല. ശക്തിയുക്തം കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവപ്രവൃത്തി മരുന്നാളുകൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലും ദൈവസഭയ്ക്കകത്തും സംഭവിക്കുന്നത് കണ്ണിന്റെ മുൻപിൽ കാണുവാൻ, ഹൃദയത്തിൽ അത് അനുഭവിച്ചറിയുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കേണ്ടതിന് വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നാം കർത്താവിന്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലേണ്ടത് വളരെ ആവശ്യമാണ്. ഈ രാവിലെ ദിവസങ്ങളിൽ കടന്നു വന്ന സഹോദരി സഹോദരന്മാര്, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞാൻ ക്രിസ്ത്യൻസ് വന്ദനം ചെയ്യുന്നു. എല്ലാവരും അനുഗ്രഹം പ്രാപിച്ചവരായി സന്തോഷത്തോടെ മടങ്ങി പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ രാവിലെ പ്രത്യേകിച്ച് പ്രൈസും അതുപോലെ തന്നെ കുറേ നാളത്തേക്ക് ശേഷം പ്രൈസിയും നമ്മോട് ചേർന്ന് ആയിരിക്കുന്നു. ഇവരെ രണ്ടുപേരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവം പ്രിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകയും അവരുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ മുൻപോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ കരുതലും അവിടുത്തെ കൃപയും സർവശക്തനായ ദൈവം പകർന്ന് അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിശ്വാസികൾ പലരും വന്നുകൊണ്ടേയിരിക്കുന്നു. അവരുടെ സമയങ്ങളെ കുറിച്ചുള്ള അറിവ് അവർക്ക് ഇല്ല എന്നതുകൊണ്ടാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ ക്രിസ്തുയേശുവിൽ വന്ദനം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എങ്കിലും ഒരല്പസമയമെങ്കിലും നമുക്ക് ദൈവസന്നിധിയിൽ വരാനും ഇരിക്കാനും ഒക്കെ അവസരങ്ങളെ ദൈവം തരുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം സഹായിക്കും. ഇത് രാത്രിയില് ശുശ്രൂഷയില് അനുഗ്രഹീതനായ ഒരു ദൈവത്തിന്റെ ദാസൻ കടന്നു വരുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും കൃത്യസമയത്ത് 6 മണിക്ക് തന്നെ നമ്മൾ പ്രാർത്ഥന ആരംഭിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും കൃത്യസമയത്ത് കടന്നു വന്ന് ശുശ്രൂഷകൾ പങ്കുകൊള്ളുവാൻ വിശേഷാൽ ഓർമ്മപ്പെടുത്തുന്നു. നാളെ പകലും രാത്രിയിലുമായി രാജു ജോൺ എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസൻ കാട്ടാക്കടയ്ക്ക് സമീപം ചച്ചക്കോട് സഭയുടെ ശുശ്രൂഷകനായി സേവനം അനുഷ്ഠിക്കുന്നു. ആ കർത്താവിന്റെ ദാസൻ ശുശ്രൂഷകൾക്കായി കടന്നു വരുന്നതാണ്. അദ്ദേഹത്തിന്റെയും ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമായി തീരുവാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഉള്ള പ്രിയപ്പെട്ടവരെയൊക്കെ നിങ്ങൾ ഇതുപോലെ ഒരു പ്രത്യേക മീറ്റിംഗ് നടക്കുന്നുണ്ട്, വന്ന് സംബന്ധിപ്പാൻ കഴിയുമെങ്കിൽ അവരെയും ഒക്കെ കൂട്ടി വരുത്തുക. എല്ലാ അർത്ഥത്തിലും ഈ ശുശ്രൂഷകൾ നമുക്ക് അനുഗ്രഹപൂർണമായി തീരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞായറാഴ്ച പൊതുസഭായോഗത്തിൽ നമുക്ക് തിരുമേശ ഉണ്ടായിരിക്കും. തിരുമേശയോടുകൂടെ അവസാനിക്കുന്ന ഈ ദിവസങ്ങളിലെ ഈ പ്രാർത്ഥനകൾ നമുക്ക് ജയത്തിന്റെ സാക്ഷ്യം പറയുവാൻ, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് പ്രസ്താവിക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന നമ്മുടെ സഹോദരികൾ, അവരെല്ലാവരെയും കർത്താവ് സൂക്ഷിക്കുവാനും ദൈവത്തിന്റെ സംരക്ഷണയും അവിടുത്തെ കരുതലും എല്ലാവരുടെ പേരിൽ പകർന്ന് ദൈവം പരിപാലിക്കേണ്ടതിനായി നമുക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് സമർപ്പിക്കാം. ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. എനിക്ക് തോന്നുന്നു എൻ്റെ ചിന്തയിൽ, എൻ്റെ ഓർമ്മയിൽ ഇതുവരെയും ഞാൻ പ്രസംഗിച്ചിട്ടില്ലാത്ത ഒരു വിഷയമാണ് ഇന്ന് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പ്രസംഗിച്ചിട്ടില്ല എന്നാണ് വാസ്തവം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാമത്തെ അധ്യായം. അപ്പോൾ തന്നെ
നമുക്ക് എല്ലാവർക്കും പരിചിതമായ ദൈവവചന ഭാഗവുമാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാമത്തെ അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വായിക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ കുറുവാക്യമായിട്ട് എടുക്കുകയാണ്. ആ 2 വാക്യങ്ങൾ നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടെ ചുറ്റിച്ചിട്ട് നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട് മതി. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. മരണത്തിൽ നിന്നുള്ള ഉയർപ്പ് എന്നതാണ് അതിന് ഞാൻ കൊടുത്തിരിക്കുന്ന ഹെഡിങ്. മരണത്തിൽ നിന്നുള്ള ഉയർപ്പ് നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു യുവജന ഭാഗമാണ്. നമ്മൾ ധാരാളം പ്രസംഗങ്ങൾ ഈ ഭാഗത്ത് നിന്ന് കേട്ടിട്ടുള്ളവരും ആകാം. എങ്കിലും ഈ രാവിലെ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയ നിയോഗമനുസരിച്ചും എൻ്റെ ഹൃദയത്തിൽ എനിക്കുണ്ടായ പ്രേരണകൾക്ക് വിധേയമായും ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവച്ച് അല്പസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും വളരെ പ്രതീക്ഷയോടെ ദൈവത്തിന്റെ മുൻപാകെ ആയിരിക്കാൻ വിശേഷ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് ഒരു ഘട്ടം, ഒരു കാലഘട്ടം, ഒരു സുദീർഘമായ പീരീഡ് ബാബിലോൺ എന്ന് പറയുന്ന രാജ്യത്ത് അവർ അടിമകളായിട്ട് പാർക്കേണ്ടതായിട്ട് വന്നു. അതിന് വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ ബാബേൽ പ്രവാസം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ബാബേൽ പ്രവാസം. പ്രവാസ ജീവിതത്തിൽ മുൻപോട്ട് പോകുന്ന ഇസ്രായേൽ ജനം അവിടുത്തെ പാർപ്പ് ശുഭകരമായിരുന്നില്ല, സന്തോഷമല്ല. വല്ലാത്ത വ്യതകളും വേദനകളും പ്രയാസങ്ങളും ഇല്ലായ്മകളും കഷ്ടതകളും ഒക്കെ പേറി അവർ മുൻപോട്ട് പോയ ഒരു സാഹചര്യം. ആത്മീയ ആരാധനകളില്ലാതെയും ദൈവാലയമില്ലാതെയും ദൈവത്തോടുള്ള വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുവാൻ കഴിയാതെയും പ്രബല ശബ്ദങ്ങൾ നന്നേ കുറഞ്ഞു പോയ ഒരു കാലഘട്ടം. ഈ ഇസ്രായേൽ ജനം ഒരു അടിമത്വത്തിനകത്ത് തന്നെ അവര് ബാബിലോണിൽ പാർക്കേണ്ടതായിട്ട് വന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞ ജനത്തിന്റെ ജീവിതത്തിന്റെ ഒരു അന്ധകാല യുഗം അഥവാ ഒരു മങ്ങിയ കാലഘട്ടമായിരുന്നു. ഈ രാവിലെ ദൈവസന്നിധിയിലിരിക്കുന്ന നമ്മെ സംബന്ധിച്ചും നമ്മുടെ ജീവിതത്തില് എല്ലാ കാലവും നല്ല കാലമല്ല എന്ന് നമുക്കറിയാം. പക്ഷേ കരികാലം എന്ന് പറയുന്ന ഒരു കാലം വിശ്വാസികളെ സംബന്ധിച്ച് ഇല്ല എന്നും കൂടെ മനസ്സിലാക്കിയിരിക്കണം. ഏതൊരു കാലത്തിലും ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് ദൈവം അവസരം നൽകിയിട്ടുണ്ട്. അവസരോചിതമായി മുൻപോട്ട് പോകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. പുസ്തക ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വന്നു കയറുന്ന, വന്നെത്തുന്ന, അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏതൊരു പ്രതിസന്ധിയും നമ്മെ അതോടെ തകർക്കുന്നതല്ല, നീക്കുപോക്കൂടെ നൽകിയാണ് അതിലൂടെ ദൈവം നടത്തുന്നു എന്ന് ഓർക്കുമ്പോ നിശ്ചയമായി നമുക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയും, ഇതും ദൈവത്തിന്റെ ഹിതമായിരുന്നു, ഇതും ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. എന്നാൽ നാം പാർക്കുന്ന ഈ സമൂഹത്ത് ജനത്തിന് വ്യത്യസ്തങ്ങളായ വിലയിരുത്തലുകളുണ്ട്, വ്യത്യസ്തങ്ങളായ ജീവിത രീതികളോ പഠിപ്പീരുകളോ ഒക്കെ ഉണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് നല്ല ഒരു കാലവുമുണ്ട്, അതല്ല മോശമായ കാലഘട്ടവുമുണ്ട്. ചിലർ പറയും ഇത് ഒരു പറ്റിയ കാലമല്ല. എന്തിന്? വീട് വെക്കാൻ പറ്റിയ ഒരു കാലമല്ല, വണ്ടി എടുക്കാൻ പറ്റിയ കാലമല്ല, ജോലിക്ക് കയറാൻ പറ്റിയ കാലമല്ല. അയ്യോ ഇന്ന് ചൊവ്വാഴ്ചയാണോ, ഇന്ന് തൊട്ട് ജോലി തുടങ്ങരുത്. അയ്യോ ഇന്ന് വെള്ളിയാഴ്ചയാണോ, ഇന്നത്തെ ദിവസം ആ പണിക്ക് പറ്റിയ ദിവസമല്ല. അയ്യോ 10 മണിയായി പോയോ, അപ്പൊ പിന്നെ ഇപ്പൊ തുടങ്ങണ്ട, നാളെ 7 മണിക്ക് തുടങ്ങിയ മതി. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചില പറയും നമ്മുടെ ഏതെങ്കിലും ഒരു വേദനയോ ഭാരമോ പ്രശ്നമോ പ്രതിസന്ധിയോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും കുഴപ്പമില്ല, അത് കാലത്തിന്റെ കുഴപ്പമാണ്,
കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസം വരും. Praise the Lord. പക്ഷെ പുസ്തകത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ പഠിച്ചാൽ വിശ്വാസിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാലം ഇല്ല. പക്ഷെ ഓർക്കുക, എല്ലാ കാലവും ഞാനും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നല്ല കാലമല്ല. എനിക്ക് നിങ്ങൾക്കുമൊക്കെ ചില വേദനകളോ രോഗങ്ങളോ പ്രയാസങ്ങളോ പ്രശ്നസങ്കീർണതകളോ പ്രതിസന്ധികളോ ഇല്ലായ്മകളോ ഒക്കെ സംഭവിക്കാം. പക്ഷെ അതൊന്നും കാലത്തിന്റെ കേടല്ല, മറിച്ച് എന്നെയും നിങ്ങളെയും ശരിയായ പാന്താവിലേക്ക് കൊണ്ടുവരുവാൻ, ശരിയായ വഴികൾ കൊണ്ടു നിർത്തുവാൻ, ശരിയായ ദൈവത്തിന്റെ പിൻഗാമികളായി തീരുവാൻ ദൈവം ഒരുക്കുന്ന ചില മാർഗങ്ങളെന്ന് മാത്രം ഇന്ന് പകർക്കാൻ നമ്മൾ അറിഞ്ഞാൽ അവയെല്ലാം നിമിത്തം നാം ദൈവത്തിന് മഹത്വം കൊടുക്കുവാനിടയാണ്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് ഒരു കാലഘട്ടം അവർ അടിമത്വത്തിൽ ബാബിലോണിൽ പാർക്കേണ്ടതായിട്ട് വന്നു. ഒറ്റ വാക്കിൽ പ്രതാപം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ചുറ്റുമുണ്ടായിരുന്ന ജാതികൾ വിറയ്ക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആരും വില കൽപ്പിക്കാത്ത കാലഘട്ടമായി ആ കാലഘട്ടം മാറി. പക്ഷെ ഇന്ന് നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ളവർ വിറയ്ക്കുന്ന ഒരു കാലഘട്ടമായി മാറി. പഴയ സ്ഥിതിയെ ദൈവം മാറ്റി, ദൈവം അവരെ പുതുക്കി പുതിയൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുവന്നു. ലോകത്തിലെ വൻകിട രാജ്യങ്ങൾ പോലും ഇസ്രായേലിന്റെ പേര് പറയുമ്പോ സൂക്ഷിച്ചേ സംസാരിക്കുള്ളൂ. കാരണം ഇസ്രായേലിനെ ചെറുതായി കാണാൻ അവർക്ക് കഴിയില്ല. അതിനും ഒരു കാരണമുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മക്കളാണ്. ഇന്ന് പകൽക്കാലം ദൈവസഭയിൽ ഇരിക്കുന്ന ഞാനും നിങ്ങളും പുതിയ നിയമ ഇസ്രായേലാണ്. ഞാനും നിങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചുടുനിണത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളാണ്. അതുകൊണ്ട് നമ്മെ കുറിച്ചും ഈ സമൂഹം കേൾക്കുമ്പോ അവരൊന്ന് ഭയക്കണം. അതല്ലാതെ നാം സമൂഹത്തെ ഭയക്കാൻ പാടില്ല. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയും ഞാൻ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന കൃപനിമിത്തവും എന്നെയും നിങ്ങളെ നടത്തുന്ന ദൈവാധിപത്യ നിമിത്തവും ഞാൻ നിങ്ങൾ ദേശത്തൂടെ സഞ്ചരിക്കുമ്പോ, സമൂഹത്തൂടെ നാം മുൻപോട്ട് പോകുമ്പോ, ഇന്ന് പകൽ ആത്മാവിനെ വിളിച്ചു പറയട്ടെ, സമൂഹം നമ്മെ കണ്ട് ഭയക്കുവാനുള്ളവരാണ്. കാരണം എന്നെയും നിങ്ങളെയും കണ്ടല്ല, നാം വഹിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യത്തെ സമൂഹം കണ്ട് ഈ ദിവസങ്ങളിൽ ഭയക്കുന്ന വിധത്തിലേക്ക് നമ്മുടെ ആത്മീക ജീവിതം വളർത്തിയെടുക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. ഇസ്രായേൽ കുറേയേറെ കഷ്ടതകളിലൂടെ വേദനയിലൂടെ അവർ മടങ്ങി. അവരുടെ പ്രതാപം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം. ആ പ്രതാപത്തിൽ നിന്ന് അവർക്കൊന്ന് മടങ്ങി വരണം. ആ മടങ്ങി വരവ് എങ്ങനെയുള്ളത് എന്ത് എന്ന് ഇവിടെ യഹോവയായ ദൈവം പ്രവാചകനായ യെഹെസ്കേലിന് ഒരു ദൂത് കൈമാറിയിട്ട് അവരെ ബലപ്പെടുത്തുവാൻ അവരുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ഒരു ദൂതായിട്ടാണ് 37-ാമത്തെ അധ്യായം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഉയർപ്പ് എന്ന് ഞാൻ നാമകരണം ചെയ്തു, അഥവാ മരണത്തിൽ നിന്നുള്ള മടങ്ങി വരവ്, മരണത്തിൽ നിന്നുള്ള ഉയർപ്പ് എന്ന് ഞാൻ നാമകരണം ചെയ്തു. 3 വിധത്തിലുള്ള മരണത്തിൽ നിന്നുള്ള മടങ്ങി വരവ്. ഒന്ന്, പാപത്തിൽ നിന്നുള്ള മനുഷ്യന്റെ ഉയർപ്പ്. പാപത്തിൽ നിന്നുള്ള മനുഷ്യന്റെ ഉയർപ്പ്. എന്താ പാപത്തിൽ നിന്നുള്ള മനുഷ്യന്റെ ഉയർപ്പ് എന്ന് പറയുന്നത്? മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണെങ്കിലും പാപം ചെയ്ത് പാപത്തിൽ തുടരുന്നവരാണെങ്കിൽ അവൻ പാപത്തിൽ മരണപ്പെട്ടവനാണ്, പാപത്തിന്റെ അടിമത്വത്തിൽ ജീവിക്കുന്നവനാണ്. അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇച്ഛിക്കാത്ത തിന്മയാണ് എന്റെ ജീവിതത്തിൽ, എന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നത്. എന്താ കാര്യം? എന്റെ അകത്ത് ആത്മാവ് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും ആ നിയോഗത്തിനനുസൃതമായി നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വശപതരായി നാം ജീവിതം മുൻപോട്ട് നയിക്കുന്നു എന്ന കാരണത്താൽ പാപം നമ്മെ അടിമപ്പെടുത്തുന്നു. അഥവാ പാപത്തിന്റെ പരിണിതഫലമായി പിശാച് നമ്മെ അടിമപ്പെടുത്തി അവന്റെ ഇഷ്ടത്തിന് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒന്നാമത്തെ ഉയർപ്പ്, മടങ്ങി വരവ്, ഉദ്ധാരണം എന്ന് പറയുന്നത് മനുഷ്യൻ ഇസ്രായേല് പാപത്തെ ഉപേക്ഷിച്ച്
മടങ്ങി വരണം. പാപത്തെ വിടുമ്പോ അവരുടെ ജീവിതം ആ അസാധാരണ നിലയിലേക്ക്, പണ്ടായിരുന്ന നിലയിലേക്ക് മാത്രമല്ല, പിന്നെയോ അതിനേക്കാൾ ഒരു മാറ്റം വന്ന് ഒരു പുനഃക്രമീകരണം, പുനർജീവനം ദൈവം പകർന്ന് കർത്താവ് അവരെ മടക്കി കൊണ്ടുവരുവാൻ തയ്യാറ്. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കണം, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ശാരീരികമായ ബലക്ഷയത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത് മനുഷ്യന്റെ പ്രായത്തിനനുസരിച്ച്, ശാരീരിക രോഗങ്ങൾക്കനുസരിച്ചുമൊക്കെ സ്വാഭാവിക മനുഷ്യൻ, പെന്തിക്കോസുകാർക്കും അതല്ലാത്ത എല്ലാവർക്കും ക്ഷീണമുണ്ടാകും. പക്ഷെ ഞാൻ ആത്മിക മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അകത്ത് പാർക്കുന്ന ദൈവം നമുക്ക് ദാനമായി നൽകിയ ദൈവാത്മാവിനെ കുറിച്ച് ഞാൻ പ്രസ്താവിക്കുന്നു. പലപ്പോഴും അകത്ത് മനുഷ്യന് നമുക്ക് ക്ഷീണമുണ്ടാകുന്നു. ഒന്ന് ചാടി എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, ഒന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ഒന്ന് ആരാധിക്കാൻ കഴിയുന്നില്ല, കൈകൾ ചേർത്തടിക്കാൻ കഴിയുന്നില്ല, അഭിഷേകത്താൽ നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നില്ല. ആത്മശക്തിയിൽ ആരാധിച്ചിട്ട് എത്രയോ നാളുകളായി കാണാം, എത്രയോ വർഷങ്ങളായി കാണാം. ഒരുപക്ഷെ പുതിയ അന്യഭാഷ പ്രാപിപ്പാൻ കഴിയാതെ പഴയതിൽ തന്നെ തുടരുന്നു, എത്രയോ നാളുകളായി കാണാം. പക്ഷെ ഇന്ന് പകൽക്കാലം തിരിച്ചറിയണമേ, അകത്ത മനുഷ്യനെ മരിപ്പിക്കുകയല്ല വേണ്ടത്, അകത്ത മനുഷ്യനെ ഉത്തേജിപ്പിക്കുകയാണ് വേണ്ടത്, ഉത്തേജിപ്പിക്കുകയാണ് വേണ്ടത്. അകത്ത മനുഷ്യന് ജീവൻ കൊടുക്കുകയാണ് വേണ്ടത്. അകത്ത മനുഷ്യന് ഒരു ഉയർപ്പുണ്ടാകണം. എങ്കിൽ മാത്രമേ പുറത്തെ മനുഷ്യന് ഈ പുറം ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയുള്ളൂ. ഒന്ന് പിന്നെ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, രക്ഷിക്കപ്പെട്ട സമയങ്ങളിലൊക്കെ നമ്മുടെ ഉപവാസം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആത്മീക ദാഹം, ആവേശം, പള്ളിയിൽ പോകാം, പ്രാർത്ഥനയ്ക്ക് പോകാം, ദൈവത്തോടൊന്ന് കൂടെ ഇരിപ്പാൻ, ചേർന്നിരിപ്പാൻ, ദൈവമുഖം അന്വേഷിപ്പാൻ, വചനം വായിപ്പാൻ, ധ്യാനിപ്പാൻ, മുട്ടിന്മേൽ ഇരിപ്പാൻ, കൂട്ടായ്മയ്ക്ക് പങ്കെടുക്കാൻ, ഭവനങ്ങളിലെ കൂട്ടായ്മകൾക്ക് പങ്കെടുക്കാൻ, സഭയിലെ പ്രാർത്ഥനകൾക്ക് സംബന്ധിപ്പാൻ, സെക്ഷനിലെ കൂട്ടായ്മകൾ നടക്കുമ്പോൾ, WMCയോ CAയുടെ മീറ്റിംഗോ സൺഡേ സ്കൂളിന്റെ ഒരു കൂട്ടായ്മയോ പൊതു മീറ്റിംഗോ ഒക്കെ നടക്കുമ്പോൾ നമുക്ക് എന്തൊരു ആവേശമായിരുന്നു. എത്ര ദൂരെയായാലും നമുക്ക് പോകാൻ ഒരു വെമ്പൽ കാണിച്ചിരുന്നു. കഴിഞ്ഞ കുറെ നാൾ മുമ്പ് വരെയൊക്കെ നമ്മുടെ സിസ്റ്റം ആ സെക്ഷൻ ബേസ് ചെയ്ത് നോക്കുമ്പോ വലിയ വിശാലമായ ഏറികളായിരുന്നു. ഈ ആർട്ടിക്കൽ സെക്ഷനും അതുപോലെ കഴക്കൂട്ടം സെക്ഷനും ഇന്ന് നമ്മൾ കാണുന്ന ഈ സെക്ഷനുകൾ പണ്ട് ട്രിവാൻഡ്രം സെക്ഷന്റെ ഭാഗമായി കിടന്നതാണ്. ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഒരു സെക്ഷന്റെ കീഴിൽ കിടന്നതാണ്. അങ്ങ് ചെറിയങ്കീഴ് വരെ. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരുപക്ഷെ തിരുമല അല്ലെങ്കിൽ ആ ഏറിയകളിൽ നിന്നൊക്കെ ആൾക്കാർക്ക് ചെറിയങ്കീഴ് വരെ അത്രയും ദൂരമൊക്കെ യാത്ര ചെയ്ത് ഒരു ആരാധനയ്ക്ക്, ഒരു മീറ്റിങ്ങിനൊക്കെ പോകേണ്ട സമയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ മുടക്കില്ലായിരുന്നു, അവര് പോകാൻ താല്പര്യപൂർവ്വം അതിന് ശ്രമിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ സെക്ഷന്റെ സംവിധാനങ്ങൾ വളരെ ചുരുക്കമായി, അഥവാ സെക്ഷൻ വിഭജിക്കപ്പെട്ടു. ഇന്നിപ്പോ 15ഓളം സെക്ഷനുകളായി തിരുവനന്തപുരം ഏറിയ മാറുവാനിടയായി. അപ്പൊ നമ്മുടെ ഈ കഴക്കൂട്ടം സെക്ഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സെക്ഷനാണ്. നമുക്ക് ആകപ്പാടെ ദൈർഘ്യമുള്ള ചർച്ച എന്ന് പറയുന്ന ഒരേ ഒരു ചർച്ച പുതുക്കുറിശി ചർച്ച. ബാക്കിയുള്ള സകല സഭകളും മാക്സിമം 10 കിലോമീറ്റർ, അതിനപ്പുറം ദൂരം സഭകൾക്കില്ല. പുതുക്കുറിശി സഭ മാത്രമേ ഉള്ളൂ ഒരല്പ അകലത്തിലുള്ളത്. പക്ഷെ എങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു ആത്മീക ആരാധന വെച്ച, ഒരു സെക്ഷന്റെ കൂട്ടായ്മ വെച്ച, ഒരുമിച്ചുള്ള ഒരു WMC മീറ്റിംഗ് വെച്ചാൽ നമുക്ക് എത്ര പേർക്ക് താല്പര്യപൂർവ്വം ആവേശത്തോടെ സന്തോഷത്തോടെ പോകാൻ കഴിയും. 2-3 മാസം കൂടുമ്പോഴാണ് ഒരു മീറ്റിംഗ് നടക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്നതോ, വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ജോലി തിരക്കുണ്ട്, പല കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. പക്ഷെ പണ്ട് നമ്മുടെ ആ രക്ഷാനിർണയം പ്രാപിച്ചു വന്ന, വിശ്വാസത്തിലേക്ക് കയറി വന്ന ആ സമയം പരിശോധിച്ചു നോക്കിയേ, ഒരു മീറ്റിംഗ് എന്ന് കേൾക്കേണ്ട ജ്ഞാനമുണ്ട്. എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോണേ, എനിക്കും കൂടെ ഒന്ന് ടിക്കറ്റ് എടുക്കണേ, ഒന്ന് വഴി പറഞ്ഞു തരണേ എന്ന് വിളിച്ചു ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ഗ്രഹിച്ചു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആത്മീയ തണുപ്പ് നമ്മുടെ ഹൃദയങ്ങളിൽ വ്യാപരിച്ചിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങൾ മറന്നു പോകരുത്. ആത്മീയ മുരടിപ്പ്, മരവിപ്പ് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. എങ്ങനെ സംഭവിച്ചെന്നോ, എവിടെ നിന്ന് ആരിലൂടെ വന്നു എന്ന് അറിയത്തില്ല. അത് 1-2 പേര് ചുരുങ്ങുന്നതല്ല, ഏറെക്കുറെ നമ്മിൽ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് അങ്ങനെയുള്ള മരവിപ്പ്, മുരടിപ്പ് വന്നു പോയിട്ടുണ്ട്. അതിന്റെ പരിണിതഫലമായി പലപ്പോഴും അകത്തെ ആത്മമണ്ഡലം നമുക്ക് ശക്തിപ്പെടുത്തുവാനോ, പിശാചിനോട് അടരാടാനോ, രോഗശക്തികളെ മുൻപിൽ കൊണ്ടുവരുമ്പോ പൈശാചിക മണ്ഡലം എനിക്ക് നിങ്ങൾക്ക് വിരോധമായി
കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. രണ്ടാമത്തെ ഉയർപ്പ് എന്ന് പറയുന്നത് ദൈവസഭയുടെ ഉയർപ്പാണ്. ദൈവസഭയുടെ ഉയർപ്പ്. ദൈവസഭ ഒറ്റ വാക്കിൽ പറഞ്ഞ ദൈവസഭയ്ക്ക് ലഭ്യമാകേണ്ട സ്വാതന്ത്ര്യം. സഭ ഇന്ന് അഭിമുഖീകരിക്കുന്ന പീഡകൾ നമുക്ക് ധാരാളം കാണാൻ കഴിയും. ഞാനിവിടെ പ്രസംഗിക്കുമ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളില് 2 കന്യാസ്ത്രീകൾ അവര് പോലീസിനാൽ പിടിക്കപ്പെട്ട് ഇന്ന് ജയിലറയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചിരിക്കുക. കേരള സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർ ഒന്നിച്ചു കൂടുകയും അതിനെതിരായിട്ട് പ്രതിരോധം തീർക്കുകയും ഒക്കെ ചെയ്തു. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണശിലാ കേന്ദ്രങ്ങളിലൊക്കെ അതിനെതിരായിട്ട് സംഭാഷിക്കുവാൻ, അല്ലെങ്കിൽ പ്രകോപനം നടത്തുവാൻ, അല്ലെങ്കിൽ അതിന് വേണ്ടി വെല്ലുവിളിയൊക്കെ ഉയർത്ത് ക്രൈസ്തവ സംഘടനകളോ അതല്ലെങ്കിൽ ഇതര പാർട്ടികളോ ഒക്കെ അവരെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇത് 2 കന്യാസ്ത്രീകളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും കോലാഹലങ്ങൾ അല്ലെങ്കിൽ ഇത്രയും പ്രശുദ്ധമായ സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നിവർത്തിക്കപ്പെടുന്നത്. പക്ഷെ 2 പെന്തിക്കോസ്ത് പാസ്റ്റർമാരെയാണ് പിടിച്ച് അകത്തിട്ടിരുന്നെങ്കിൽ ചോദിക്കാനും പറയാനും പിന്നെ പോകാനും ആരും ഉണ്ടാകത്തില്ല. അവർക്ക് സമയമുണ്ടെങ്കിൽ സമയം കിട്ടുമ്പോൾ ഇറങ്ങി വരട്ടെ എന്ന് മാത്രം കരുതുമായിരുന്നു. എന്താ കാര്യം അറിയാമോ? നമുക്ക് പാർട്ടിയില്ല, ഗ്രൂപ്പില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ നമുക്ക് സപ്പോർട്ട് കൊടുക്കാനോ ഇവിടെ മുൻപിൽ നിൽക്കാൻ, മുൻനിരയിൽ നിൽക്കാൻ ആരുമില്ല. പക്ഷെ ആളെണ്ണം കുറവായത് കൊണ്ടല്ല. പിന്നെ എന്താ കാര്യം അറിയാമോ? നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ ഒരിക്കലും ഒക്കില്ല. A to Z വരെയുള്ള വ്യത്യസ്ത സംഘടനകൾ നമുക്ക് ധാരാളമുണ്ട്. വിവിധങ്ങളായ ഇഷ്ടംപോലെ സംഘടനയുണ്ട്. സംഘടനയുടെ പേരെഴുതിയാൽ നമുക്ക് പേപ്പറുകൾ നിറച്ച് മുമ്പോട്ട് പോകാമെന്നല്ലാതെ കൈ കഴയ്ക്കും അത്രയ്ക്ക് സംഘടനകൾ ഈ തിരുവനന്തപുരം പട്ടണത്തിലുണ്ട്. എന്തിനേറെ പറയുന്നു, തിരുവനന്തപുരം എന്ന പട്ടണത്തിലേക്ക് നമ്മൾ കിടക്കേണ്ട, കേവലം വെള്ളണ്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ചെന്ന് നിന്നിട്ട് ഞായറാഴ്ച ദിവസം ആരാധനയ്ക്ക് പോകുന്ന വിശ്വാസികളെ വിളിച്ചിട്ട് നിങ്ങൾ പള്ളിയിലാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ 200 പേജ് ബുക്ക് എഴുതിയാലും തീരത്തില്ല. അത്രയ്ക്ക് പള്ളികളുടെ എണ്ണം ആ പറയുന്ന ഒരു സ്ഥലത്ത് പെന്തിക്കോസ്ത് സഭകളുടെ എണ്ണം നമുക്ക് കാണാൻ കഴിയും. ഞാൻ നിങ്ങൾ പാർക്കുന്ന ഈ ദേശത്ത് ഒരു പക്ഷേ അല്പം കുറവുണ്ടായിരിക്കാം. അധികം വിദൂരമല്ല തിരുമല എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്കറിയാം. തിരുമല നിന്നും തൃക്കണ്ണാപുരത്തേക്ക് പോകുന്ന റോഡുണ്ട്. കേവലം 2 കിലോമീറ്റർ മാത്രമേ ആ റോഡിന് ദീർഘമുള്ളൂ. തിരുമല നിന്നും തൃക്കണ്ണാപുരത്തേക്ക് പോകാൻ നിങ്ങൾ ആ റോഡ് സഞ്ചരിച്ചാൽ അതിന്റെ ഇടതും വലതും പള്ളികൾ 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 തന്നെയാണുള്ളത്. ഇടതും വലതും ഇഷ്ടംപോലെ ആലയങ്ങളുണ്ട്. നമുക്ക് എണ്ണമെടുത്താൽ ഇവിടെ ഞാൻ നിങ്ങൾ കാണുന്ന കാത്തലിക് സഭ പോയിട്ട്, കത്തോലിക്ക ചർച്ച് പോയിട്ട് ഈ കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ അംഗത്വമുള്ള അംഗസംഖ്യയുള്ള സഭ എന്ന് പറയുന്നത് പെന്തിക്കോസ്ത് സഭയായിരിക്കും. ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള കത്തോലിക്ക സഭയെ ഒഴിച്ചു നിർത്തിയാൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള ഇവിടുത്തെ CSI സഭകൾക്ക് കാണില്ല, ഇവിടുത്തെ മറ്റ് യാതൊരു സഭകൾക്കും കാണില്ല. അംഗസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് പെന്തിക്കോസ്ത് സഭയായിരിക്കാം. പക്ഷെ അങ്ങനെ അംഗസംഖ്യ നമുക്ക് ഒരുമിച്ചെടുക്കാനോ ഒരുമിച്ച് യോജിപ്പിക്കാനോ ഒരുമിച്ച് ചേർത്ത് നിർത്തുവാനോ കഴിയില്ല. അങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചാൽ തന്നെ നമ്മളിൽ ഒരാൾ പറയും എനിക്ക് സൂപ്രണ്ട് ആകണം, എനിക്ക് ലീഡർ ആകണം. കൂടെ അടുത്ത് യോജിക്കാൻ വന്നവൻ പറയും എന്നെ സൂപ്രണ്ട് ആക്കിയാലേ ഞാൻ കൂടെ നിൽക്കുകയുള്ളൂ, ഞാൻ ലീഡർ ആയാലേ നിങ്ങളോടൊപ്പം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ തന്നെ യോജിപ്പിക്കുവാൻ വേണ്ടി വിളിച്ചു ചേർത്ത ആ മീറ്റിംഗ് അലോസമായി അത് അടിച്ചു പിരിഞ്ഞ് അത് 4 വഴിക്ക് പോകും. അപ്പൊ മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. പക്ഷെ ഓർക്കുക, പീഡനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു മെയിൻ ലൈൻ സഭയുടെ 2 കന്യാസ്ത്രീകളെ അകത്തടച്ചത് കൊണ്ട് മാത്രമാണ് ഈ പീഡ പുറത്തു വരുവാനിടയായത്. പക്ഷെ പെന്തിക്കോസ്തിനകത്ത് കർത്താവിനെ സേവിക്കുന്ന എത്രയോ ദൈവദാസന്മാര് ഇന്നും ജയിലറിൽ കിടക്കുന്നറിയാമോ? വടക്കേ ഇന്ത്യയിലെ പല ജയിലുകൾക്കകത്ത്, ഒറീസയിലെ ജയിലുകൾക്കകത്ത്, വടക്കേ ഇന്ത്യയിലെ പല ജയിലുകൾക്കകത്ത് ദൈവത്തെ സേവിക്കുന്നു എന്ന ഒറ്റ കാരണത്ത്, വചനം പ്രസംഗിക്കുന്നു എന്ന ഒറ്റ കാരണത്ത് അനേക പെന്തിക്കോസ്ത് ദൈവത്തിന്റെ ദാസന്മാര് ജയിലുകൾക്കകത്ത് കിടക്കുന്നുണ്ട്. അവരെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി പലരും കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആൾബലമില്ലാത്തത് കൊണ്ട്, പാർട്ടിയുടെ ഒത്താശയില്ലാത്തത് കൊണ്ട്, പാർട്ടിയുടെ സഹായമില്ലാത്തത് കൊണ്ട് അത് സാധ്യമാകുന്നില്ല.
കാണുന്നില്ല. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ആലയങ്ങൾക്കകത്തൊരു ഉയർപ്പുണ്ടാകേണ്ടത് ആവശ്യമാണ്. എനിക്ക് നിങ്ങൾക്ക് ഒരു ഒത്തൊരുമ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ദൈവത്തെ സേവിക്കുന്ന ദൈവസഭ ദേശത്ത് പാർക്കുമ്പോ ABCD എന്ന് പറഞ്ഞ് നമ്മെ വിഘടിപ്പിക്കുന്ന വിഘടനാത്മാവിനെ മാറ്റിവെച്ചിട്ട് ഞാൻ നിങ്ങൾ ഒന്നാണ്, ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത്, ഒരുവനാണ് കാൽവരി ക്രൂശ്, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചോര പൊരുതുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആ ക്രിസ്തുവിനെ സേവിപ്പാ, ആ യേശുവിന്റെ കൂടാരത്തിന്റെ കീഴിലാണ് നിൽക്കുന്നത്, ഒന്നെന്ന് പറയുവാൻ കഴിയുന്ന ഒരു ദിവസത്തേക്ക് നമ്മുടെ സമൂഹം അടുത്തു വരണം. അതായിരിക്കട്ടെ നമ്മുടെ ആത്മീയ ഉയർപ്പെന്ന് പറയുന്നത്. ഇവിടെ നാലാള് ചേർന്ന് വന്ന് നമ്മെ കല്ലെറിഞ്ഞ, കണ്ടു ചിരിക്കാൻ, കൈവട്ട് ചിരിക്കാൻ കുറെ ആൾക്കാർ കൂടെ കൂടി വന്നത് കവിഞ്ഞ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അതൊക്കെ ചെയ്തവൻ ആരാണെന്ന് ചോദിക്കാൻ നമ്മുടെ സമൂഹത്തിൽ ഒരു പക്ഷെ ആളുണ്ടായി എന്ന് പറയുകയില്ല. ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ, സഭകളുടെ വളർച്ചയുടെ മുരടിപ്പിന് പലപ്പോഴും കാരണമാകുന്നത് സഭകളുടെ ആത്മീയ തീഷ്ണതയില്ലാഞ്ഞിട്ടല്ല, പ്രാർത്ഥനയില്ലാഞ്ഞിട്ടല്ല, ആരാധനയില്ലാഞ്ഞിട്ടല്ല, ആത്മീയ ശുശ്രൂഷകളില്ലാഞ്ഞിട്ടല്ല, ദൈവപ്രവൃത്തി നടക്കാനിട്ടല്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് ജനം അഭിമുഖീകരിക്കേണ്ടി വരുന്ന പല പീഡകൾ നിമിത്തം അവർക്ക് ആലയങ്ങൾക്കകത്തേക്ക് പ്രവേശിപ്പാൻ കഴിയുന്നില്ല. ആലയത്തിനകത്തേക്ക് കയറി വന്നാൽ തന്നെ സമൂഹം വ്യക്തികളെ വഴിയിൽ വെച്ച് തേജോവധം ചെയ്ത് വിളിച്ചു പറയുക, ഇന്ന ജാതിയിൽപ്പെട്ടയാളായതുകൊണ്ട്, ഇന്ന മതത്തിൽപ്പെട്ടയാളായതുകൊണ്ട് നിനക്ക് ലഭ്യമാകേണ്ട നന്മ കിട്ടില്ല, ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ കിട്ടില്ല, നീ ഇന്നടുത്ത് പോയതുകൊണ്ട്, ഇന്നതായതുകൊണ്ട് അതെല്ലാം നിനക്ക് നഷ്ടമായി തീരും, അതുകൊണ്ട് നീ മടങ്ങി വരണം, കല്യാണം നടന്നാൽ ഞങ്ങൾ അങ്ങോട്ട് വരത്തില്ല, മരണം നടന്നാൽ ഞങ്ങൾ അങ്ങോട്ട് വരത്തില്ല, ഒരു ആവശ്യം വന്നാൽ ഞങ്ങൾ അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ് ജനത്തെ പിന്തിരിപ്പിക്കുന്നു എന്ന കാരണങ്ങൾ നിമിത്തമാണ് പലപ്പോഴും ആലയങ്ങൾക്കകത്ത് ആൾക്കാർക്ക് വരുവാൻ കഴിയാതാകുന്നത്. അവരുടെ മനോനിലയിൽ ഭയം തട്ടുന്നത് കൊണ്ടാണ്. സ്തോത്രം. അപ്പൊ ഉയർപ്പ് നമ്മുടെ സമൂഹത്തിൽ ദൈവാലയങ്ങൾക്കകത്തുണ്ടാകണം. എന്തിൽ നിന്ന്? നാം ഇന്ന് അനുഭവിക്കുന്ന പീഡകൾക്കകത്ത് നിന്ന് സഭയ്ക്ക് ഒരു ഉയർപ്പുണ്ടാകും. അത് ആലയങ്ങൾക്ക് പുറത്ത് മാത്രമല്ല സഭ പീഡിപ്പിക്കപ്പെടുന്നത്, പല ആലയങ്ങൾക്ക് അകത്തും സഭ പീഡിപ്പിക്കപ്പെടുന്നു. ആലയങ്ങൾക്കകത്ത് മനസമാധാനത്തിൽ കർത്താവിനെ ആരാധിക്കാൻ വരുന്ന സാധുക്കളായ ജനം, ഇതിനകത്തൊരല്പ സന്തോഷമുണ്ടായി, ഒരല്പ ആശ്വാസമുണ്ടായി, ഒരല്പ വിടുതൽ ജീവിതത്തിൽ പ്രാപിപ്പാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ, വാഞ്ചയോടെ, ആവേശത്തോടെ, ആഗ്രഹത്തോടെ കയറി വരുന്നു. പലപ്പോഴും വ്യക്തി വൈരാഗ്യങ്ങൾ, വിദ്വേഷങ്ങൾ, സംസാരത്തിൽ ഇടപാട്, സാക്ഷ്യങ്ങളിൽ, പ്രബോധനങ്ങളിൽ, പ്രസംഗങ്ങളിലൊക്കെ എടുത്തു പറഞ്ഞ് നിലവിച്ച് അവരുടെ മനസ്സിനെ കുരുടാക്കി, മനസ്സിനെ വേദനിപ്പിച്ച് ആലയങ്ങൾക്കകത്തുനിന്ന് അവർ പുറന്തള്ളപ്പെടുന്നു. അതുകൊണ്ടാണ് പല സഭകൾക്കകത്തും ഒരിടത്തേക്ക് ഉയർപ്പ് കാണുവാൻ കഴിയാതിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവ് വിളിച്ചു പറയട്ടെ, അവസ്ഥകൾക്ക് വ്യത്യാസം വരണം. എന്റെയും നിങ്ങളുടെയും ആലയങ്ങൾക്കകത്ത് ഒരു വിശ്വാസം, ഒരു വ്യക്തി കടന്നു വന്നാൽ, ഒരു അവിശ്വാസി കടന്നു വന്നാൽ, ഒരു വിശ്വാസി കടന്നു വന്നാൽ, അവരൊരു പുതിയ വ്യക്തിയാണെങ്കിൽ നിശ്ചയം അവൻ ആരാണ്, അവരെവിടെ നിന്ന് വരുന്നു, അവരുടെ ആവശ്യം എന്താണ്, അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ വിഷയങ്ങളുണ്ടോ, എന്ത് സഹായമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്, ഏത് ദിനത്തിൽ ഞാൻ നിങ്ങളെ കരുതണം, ഞങ്ങളോടൊപ്പം ഞങ്ങൾ എങ്ങനെ ആയിത്തീരണമെന്ന് തിരിച്ചറിയുവാനുള്ള ഉത്ബോധം നമുക്കുണ്ടാകണം. ഏതെങ്കിലും ഒരു പുതിയ വീട്ടിൽ ഒരു ആരാധന ക്രമീകരിച്ച ഒന്നൊഴിയാതെ സകലമായ മനുഷ്യർക്കും ആരാധനയിൽ സംബന്ധിക്കുക, ആ ഭവനത്തോട് അവരുടെ ആത്മീയ കൂട്ടായ്മയിൽ ഒന്ന് കൂടി ചേരുവാൻ തയ്യാറാകണം. ഉദായിട്ട് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു ആവശ്യമുണ്ടായി, ഒരു അപകടമുണ്ടായി, ഒരു രോഗമുണ്ടായി, ഒരു വേദനയുണ്ടായി, ഓടി ഒന്ന് ചെന്നെത്തുവാൻ, ഒന്ന് കാണുവാൻ, ഒരു സംസാരിക്കുവാൻ, അവരുടെ ഹൃദയത്തിലെ വേദന ഒന്ന് ഒപ്പിയെടുക്കുക ഞാൻ നിങ്ങളുടെ തയ്യാറാകണം. അപ്പോൾ മാത്രമേ ദൈവസഭ ദൈവിക വിടുതലിലേക്ക്, ദൈവിക ഉയർപ്പിലേക്ക് മടങ്ങി വരികയുള്ളൂ. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ ഞാൻ വായിച്ച ദൈവവചനത്തിലേക്ക് എനിക്ക് മടങ്ങി വരാൻ പറ്റത്തില്ല. മൂന്നാമത്തെ ഭാഗം ഉയർപ്പ് എന്തിൽ നിന്ന് എന്തിലേക്ക്. വേദപുസ്തകം നമ്മൾ പരിശോധിച്ചാൽ എല്ലാ മനുഷ്യർക്കും ഒരു ഉയർപ്പുണ്ട്, എല്ലാ മനുഷ്യർക്കും ഒരു ഉയർപ്പുണ്ട്. അത് സംഭവിക്കുന്നത് അന്ത്യനാളില്ല. നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത് കഥാപാൻ ഗംഭീരനാദത്തോട്, പ്രധാനത്തിന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ശബ്ദത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സമയമുണ്ട്.
ആ ഇറങ്ങി വരുന്ന സമയത്ത് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശേഷിക്കുന്ന നാം അവനോട് ചേർന്ന് രൂപാന്തരം പ്രാപിക്കും. അതൊരു ഉയർപ്പാണ്. രൂപാന്തരം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ വേദപുസ്തകം പറയുന്നു, ജഡമായ ശരീരത്തിന്, ജഡമയമായ മാംസരക്തമായ ശരീരത്തിന് സ്വർഗ്ഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഇരിപ്പ്, ഈ ശരീരത്തിന് ഒരു രൂപഭേദം ഉണ്ടാകണം, രൂപമാറ്റം ഉണ്ടാകണം. മൺമയമായത് മാറണം, വിൺമയമായി രൂപാന്തരപ്പെടണം. അതുകൊണ്ട് അന്ന് ജീവനോട് ഇരിക്കുന്ന മനുഷ്യൻ രൂപാന്തരം പ്രാപിച്ച് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് എത്തിച്ചേരുവാനിടയാകും. അത് അന്ത്യനാളിൽ നടക്കുന്ന ഒരു ഉയർപ്പാണ്. പലരും പറയുന്നു, കാഹളം ധ്വനിക്കുമ്പോ അക്ഷയരായ സകല മനുഷ്യന് ഉയർത്തെഴുന്നേൽക്കുവാനുള്ളവര്. ക്രിസ്തുവിൽ മരിച്ചവർ ക്ഷയമില്ലാതെ എഴുന്നേൽക്ക്. പക്ഷേ ക്രിസ്തു ഇല്ലാതെ മരിച്ചവർ നിത്യ രക്ഷയ്ക്കായി എഴുന്നേൽക്കുവാനിടയാകും. അപ്പൊ എല്ലാവർക്കും ഉയർപ്പുണ്ട്, എല്ലാവർക്കും ഉയർപ്പുണ്ട്. പക്ഷേ ഉയർത്തുന്ന ഈ സകല ആൾക്കാര് രണ്ടിടത്തേക്ക് ചേക്കേറുകയാണ്. യേശുവിനെ രക്ഷിതാവായി അംഗീകരിച്ച, യേശുവിൽ വിശ്വസിച്ച് ജീവിച്ച, യേശുവിനെ അംഗീകരിച്ച് മുൻപോട്ട് പോകുന്നവര് അവർ ഉയർത്തി കഴിയുമ്പോ അവർ സ്വർഗത്തിൽ പിതാവിനോട് ചേർന്ന് പുത്രനോട് ചേർന്ന് യുഗായുഗമായിരിക്കുവാനുള്ളവര്. യേശുവിനകത്ത് ഉയർത്തെഴുന്നേൽക്ക്. അവരുടെ പ്രത്യേകത എന്തെന്നറിയാമോ? അവർ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ വചനം പറയുന്നു, നിത്യ രക്ഷയ്ക്കായി ഉയർത്തെഴുന്നേൽക്ക്. അവരുടെ നിത്യത ചിലവഴിക്കുന്നത് നിത്യ നരകത്തിലാണ്. വചനം പറയുന്നു, ചാകാത്ത പുഴു, കെടാത്ത തീയുള്ളതായ നിത്യ നരകത്ത് അവർ ചെന്നു വീഴുവാനുള്ളവര്. അതാണ് അന്ത്യനാളുണ്ടാകുന്ന ഉയർപ്പ് എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, വചനം കേൾക്കുന്ന എന്നെ നിങ്ങളെ സംബന്ധിച്ച് അകത്ത പ്രത്യാശ ഇതാണ്, ഒരു നാളും ഞാനും നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുക. ഈ പാപം ഇപ്പമുള്ള ശരീരം പാപമില്ലാത്ത ശരീരമായി ഉയർത്തെഴുന്നേൽക്കുക. രോഗം ഇപ്പമുള്ള ശരീരം രോഗമില്ലാത്ത ശരീരമായി ഉയർത്തെഴുന്നേൽക്കുക. എന്തൊക്കെ ഡിഫക്സുകൾ, എന്തൊക്കെ കുറവുകൾ, എന്തൊക്കെ ബലഹീനതകൾ എന്റെയും നിങ്ങളുടെയും ശരീരത്തില് ഞാൻ നിങ്ങൾ വഹിക്കുന്നു, അതൊന്നുമില്ലാത്ത ഒരു പൂർണ്ണ ശരീര ഘടനയോടുകൂടെ ഞാൻ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സുദിനമുണ്ട്. എന്റെയും നിങ്ങളുടെയും പ്രത്യാശയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും. ഒന്നുകിൽ നാം ജീവനോടിരിക്കുമ്പോൾ യേശു വരും, അതല്ലെങ്കിൽ നമ്മുടെ മരണം കഴിഞ്ഞാൽ എന്നേക്ക് ഞാൻ നിങ്ങൾ മരണപ്പെടുകയല്ല, മറ്റൊരു രാജ്യത്തേക്ക് നിങ്ങൾക്ക് ഒരു ഉയർപ്പുണ്ട്. സൂര്യൻ ഇന്ന് രാത്രി അസ്തമിച്ചാൽ നാളെ പ്രഭാത ഒരു ഉദയ സൂര്യൻ ഉള്ളത് പോലെ തന്നെ എനിക്ക് നിങ്ങൾക്ക് ഒരു ഉദയമുണ്ട് എന്ന് ഞാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പോ മരണത്തിൽ നിന്നുള്ള ഉയർപ്പ് അത് മൂന്ന് വിധത്തിൽ ഞാൻ നിങ്ങളോട് പ്രസ്താവിപ്പാനിടയാണ്. ഇനി ഇവിടെ എന്താണ് ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചുള്ള ഉയർപ്പ്? ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള മടങ്ങി വരവ്. അവർക്ക് നഷ്ടപ്പെട്ട പ്രതാപത്തിലേക്ക് ദൈവം അവരെ ഏത് വിധത്തിലാണ് മടക്കിക്കൊണ്ടുവരുന്നത്? അതാണ് നമ്മൾ വായിച്ച ഭാഗം 37-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. ഒന്നാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ സെന്റൻസ് വായിച്ചു. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിനെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. താഴ്വരയുടെ നടുവിൽ ആര് വന്നപ്പോഴാണ് ആര് പുറപ്പെടുവിച്ചത്? ദൈവത്തിന്റെ കൈ വന്നത്. ദൈവത്തിന്റെ കൈയുടെ കൂടെ ആരുടെ വന്നു? ദൈവത്തിന്റെ ആത്മാവ്. ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ സാധാരണയായി പറയുന്നത് കൈവപ്പിനാൽ ലഭ്യമാകുന്ന ആത്മാവ്. എന്തിനാ ദൈവദാസന്മാരുടെയൊക്കെ മുൻപിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത്? നമ്മളെല്ലാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, ആരാധിച്ചു, വചനം കേട്ടു, അവസാനം ആശീർവാദം പറഞ്ഞു. പിന്നെ ഉറങ്ങിയിരുന്ന ചിലർക്ക് എല്ലാ കാര്യങ്ങളും കിട്ടിയില്ല എന്നതുകൊണ്ട് ആശീർവാദം പറഞ്ഞ ഉടനെ വന്നെന്ത് ചെയ്യും? അങ്ങനെയല്ല, വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു ആവശ്യം, ഇന്നൊരു വിഷയമാണ്, ഇന്നൊരു ആവശ്യമാണ്, ഇന്നൊരു കാര്യമാണ്, ഒന്ന് പ്രാർത്ഥിക്കും. ഒരു പക്ഷേ നമ്മൾ പൊതുവായിട്ട് ആ വിഷയങ്ങളെല്ലാം പ്രാർത്ഥനയിൽ എടുത്തു കാണും. എങ്കിലും അവരുടെ ഹൃദയത്തിലെ താല്പര്യം ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കും, ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കും. അപ്പൊ പ്രത്യേകിച്ച് പാസ്റ്റ കൈവൊന്നും ഇരിപ്പില്ല. പിന്നെ ചില പെന്തിക്കോസ് പള്ളിയിലൊക്കെ പോയാൽ തൂവാലയൊക്കെ ഇട്ട് പ്രാർത്ഥിക്കും. ചിലയിടത്താണെങ്കിൽ ഇതുപോലെ കുപ്പിയില് എണ്ണ ഇരിക്കും, അത് അടപ്പ് തുറന്ന് തൊട്ട് നെറ്റിയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കും. നിങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു.
നിങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പള്ളിയിൽ എന്ന് പറയുമ്പോൾ കുപ്പിയിൽ വെള്ളം വെച്ചിട്ട് തൊട്ട് പ്രാർത്ഥിക്കാനല്ല, എനിക്ക് കുടിക്കാൻ വേണ്ടിയാണ്. തൂവാലായിട്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ പോവാറില്ല, നമ്മളത് ചെയ്യാറില്ല. ഇതിനൊക്കെ വചനാടിസ്ഥാനമുണ്ടോ, വ്യവസ്ഥയുണ്ടോ എന്ന് ചോദിച്ചാൽ എവിടെയെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു എന്നോർത്ത് അതൊരു നിയമമാണ്, രീതിയാണ്, സിസ്റ്റമാണ് എന്ന് വിചാരിച്ച് പിന്തുടരുന്ന കുറെ ആൾക്കാരുണ്ട്. ചെയ്തോട്ടെ, പക്ഷെ കർത്താവായ യേശുക്രിസ്തു ചെയ്തില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളൊന്നും ചെയ്യാറ്. അപ്പൊ തൊട്ട് പ്രാർത്ഥിക്കാം. അപ്പൊ ഒരാളുടെ തലമേൽ നമ്മൾ കൈവച്ചു, അറിയാം പാസ്റ്റർ കൈവൊന്നുമില്ല, പക്ഷെ പാസ്റ്റർ നിയന്ത്രിക്കുന്ന, ഭരിക്കുന്ന ഒരു ആത്മാവ് അദ്ദേഹത്തിന്റെ അകത്തുണ്ട്. അപ്പൊ കൈവെപ്പിനാൽ അകത്ത് വ്യാപരിക്കുന്ന ആത്മനിയോഗം അദ്ദേഹത്തിന്റെ കരത്തിലൂടെ മുൻപ് നിൽക്കുന്ന സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ അവരുടെ ജീവിതത്തിലേക്ക്, ശരീരത്തിലേക്ക് വ്യാപരിക്കുമെന്ന് പൂർണ്ണ ഉറപ്പ് വിശ്വാസം അവർക്ക് ഉള്ളത് കൊണ്ടാണ് അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നു നിൽക്കുന്നത്. അങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ കൈ എന്റെ മേൽ വന്നപ്പോ അതോട് ചേർന്ന് അവന്റെ ആത്മാവ് എന്റെ മേൽ വന്നു. ഇന്ന് രാവിലെ ഒരു ദൈവ മനുഷ്യനാണ് നിങ്ങളെ തൊടുന്നതെങ്കിൽ അദ്ദേഹം തൊടുന്ന മാത്രയിൽ അദ്ദേഹത്തിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തി കൂടെ നമ്മുടെ മേൽ ഇറങ്ങി വരുവാനിടയാണ്. അതല്ല, ദൈവ മനുഷ്യൻ എന്ന പേരിൽ ഒരുവൻ നമ്മുടെ അടുക്കൽ വന്നു നിൽക്കുന്നുണ്ട്, അദ്ദേഹം നമ്മുടെ തലമേൽ കൈവയ്ക്കുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ അകത്തും ഒരു ആത്മാവ് കാണും. ആ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരുടെ മുൻപിൽ നിൽക്കുന്നു എന്നും എന്തിനു വേണ്ടിയാണ് ചെന്ന് നിൽക്കുന്നു എന്നും പൂർണ്ണ ബോധ്യം ഉണ്ടാകണം. ഒറ്റ വാക്കിൽ പറഞ്ഞ എല്ലാവരുടെയും മുമ്പ് കൊണ്ടുവന്ന് തല മുമ്പിട്ട് കൊടുക്കരുത്, തല വെച്ച് കൊടുക്കരുത്. അത് ഊരാക്കുടുക്കായി മാറും. പിന്നത്തേത് എനിക്ക് നിങ്ങൾക്കുമൊക്കെ അത് വലിയ ഭാരമായി തീരും. അത് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ മാത്രമേ ആ കാര്യം ചെയ്യാവൂ. ഇവിടെ ദൈവത്തിന്റെ കൈ വന്നു. ദൈവത്തിന്റെ കൈ വരുമ്പോ പരിശുദ്ധാത്മാവ് കൂടെ ഇറങ്ങി വന്നിട്ട് ഈ മനുഷ്യനെ പുറപ്പെടുവിക്കുകയും. ഇന്ന് രാവിലെ ദൈവശ്രീ ഇരിക്കുന്നവരെ, ആത്മാവ് നമ്മുടെ അകത്ത് വന്നാൽ ഇരിപ്പിടം മറക്കും, ഇരിപ്പിടം മാറും, അവസ്ഥ മാറും. വ്യവസ്ഥയ്ക്കകത്തേക്ക് നമ്മെ നിർത്തിക്കൊണ്ട് ദൈവ വഴിയിലൂടെ പിന്നെ സ്വർഗ്ഗം നമ്മെ സഞ്ചരിപ്പിക്കുവാനിടയാണ്. അവിടെ പറയാണ്, ദൈവാത്മാവ് പുറപ്പെടുവിച്ചു. ആത്മാവ് പുറപ്പെടുവിച്ചെങ്കിൽ പുറപ്പെടാനുള്ള തയ്യാറെടുപ്പ് ആത്മാവ് അകത്ത് വന്നവനുണ്ടാകണം. ഞാൻ എന്റെ ഇഷ്ടത്തിനെ പോകും, എന്റെ വഴിക്കേ പോകൂ, എന്റെ ഹിതത്തിനെ പോകുള്ളൂ, ഞാൻ ഇങ്ങനെ പോകുള്ളൂ, ഞാൻ ഇതേ ചെയ്യുള്ളൂ എന്ന് ആത്മാവ് അകത്ത് വന്നവൻ പറഞ്ഞ പിന്നെ ദൈവാത്മാവിനൊന്നും ചെയ്യാൻ സാധ്യമല്ല. ദൈവാത്മാവിന് വന്നതും നമ്മിലൂടെ ചെയ്യണമെങ്കിൽ ആത്മാവ് അകത്ത് ഇറങ്ങിയ ഉടനെ പിന്നെ വിധേയത്വം, പിന്നെ ദൈവത്തിന്റെ മുൻപിലേക്ക് നമ്മെ സമർപ്പിച്ചിട്ട്, അപ്പ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്ന് നിറവേറട്ടെ, കൈ ഞാൻ അങ്ങേക്ക് തരുന്നു, എന്നെ പിടിച്ച് അങ്ങയുടെ ഇഷ്ടത്തിന് വഴി നടത്തണമേ. ഇവിടത്തെ കാഴ്ച എന്ന് പറയുന്നത്, ആത്മാവ് എങ്ങോട്ടാ വഴി നടത്തുന്നത്? താഴ്വരയിലേക്കാണ് വഴി നടത്തുന്നത്. എങ്ങോട്ടാ നടത്തുന്നത്? താഴ്വരയിലേക്കാണ് നടത്തുന്നത്. എല്ലാ സമയത്തും താഴ്വരയിലേക്ക് നടത്തുമെന്നും നമ്മൾ വിചാരിക്കരുത്. ചില സമയത്ത് കൈപിടിച്ച് ഇച്ചിരി കുന്നിന്റെ പുറത്തേക്കായിരിക്കും നടത്തുന്നത്. നമ്മൾ കയറി പോകാൻ തയ്യാറുള്ളവരാണ്. ഒരിക്കല് ഇരമ്യാവ് പറയുന്നുണ്ട്, ദൈവം പറഞ്ഞു എന്റെ കുശവന്റെ വീട്ടിൽ പോകാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? കുശവന്റെ വീട്ടിലേക്ക് പോയി. യെഹെസ്കേൽ ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, സമതലത്തിലേക്ക് പോകാൻ പറഞ്ഞു. ദൈവം എന്നെ പിടിച്ചുകൊണ്ട് പോയി. ഞാൻ സമതലത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ നിരപ്പായ ഭാഗത്ത്, നിരപ്പായ സ്ഥലത്തേക്ക് പോയി. അപ്പൊ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും നിയന്ത്രിക്കുമ്പോ നാം പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കുകയല്ല, പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കാൻ കണക്കിന് നാം വിധേയപ്പെട്ടു കൊടുക്കണം. ഇവിടെ പറയുന്നത്, ദൈവം എന്നെ അവിടുത്തെ ആത്മാവിനാൽ നിയന്ത്രിച്ച് എവിടേക്ക് കൊണ്ടുപോയി? താഴ്വരയിലേക്ക് കൊണ്ടുപോയി. താഴ്വരയിലേക്ക് കൊണ്ടുപോയി. വേറെ പുസ്തകത്തിൽ വ്യത്യസ്തങ്ങളായ വിധത്തിൽ താഴ്വരയെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. വിശ്വാസത്തിന്റെ പരിശോധനയോ ഒറ്റപ്പെടലോ ഒക്കെ ഒരുപക്ഷെ
താഴ്വര എന്നതുകൊണ്ട് നമുക്ക് അർത്ഥമാക്കാം. 2, ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ചില താഴ്വരയിൽ ഇറങ്ങി വന്നിട്ടുള്ളതും നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് വായിച്ചേ. നമുക്കറിയാവുന്ന വേദഭാഗമാണ്. സങ്കീർത്തന പുസ്തകത്തിൽ 23-ാം സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം. നമുക്കറിയാവുന്ന വേദഭാഗമാണ്. 23-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം വായിച്ചേ. ഓക്കെ, കൂരിരുളിന്റെ താഴ്വരയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഏത് താഴ്വര? കൂരിരുളിന്റെ താഴ്വര. പക്ഷെ അവിടെ പറയാണ്, അങ്ങനെ ഒരു താഴ്വരയിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിലും ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ പേടിക്കില്ല. എന്താ പേടിക്കാത്തൊരു കാരണം? എന്റെ കൂടെ ഒരാള് കൂടെ നിൽപ്പുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല താഴ്വരയിൽ പോയി നിന്നത്. എന്നെ ആ താഴ്വരയിലൂടെ നടത്തിയ ഒരാൾ എന്റെ കൂടെയുണ്ട്. അപ്പൊ സങ്കീർത്തനക്കാരൻ പറയാൻ കഴിയും, ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കൂരിരുളിന്റെ താഴ്വരയാണ്. പക്ഷെ ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എന്റെ കൂടെ ഒരുവനുണ്ട്. ആ ദൈവം എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ പേടിക്കേണ്ട, ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. അവന്റെ കരത്ത് നോക്കുമ്പോ ഒരു വടി ഇരിപ്പുണ്ട്, ഒരു കോലിരിപ്പുണ്ട്. ആ വടിയും കോലും കൊണ്ട് ഈ താഴ്വരയിൽ എന്നെ അവൻ ആശ്വസിപ്പിച്ച് വഴി നടത്തുവാനിടയാണ്. ചില താഴ്വരയിലൊക്കെ നമ്മൾ ചെന്ന് നിൽക്കുമ്പോ കുറ്റാകുറ്റിട്ടാണ്, ഒന്നും കാണാൻ കഴിയുന്നില്ല, ഒന്നുമില്ല. പക്ഷെ കേട്ട പ്രവചനോ, നീ അങ്ങോട്ട് പോയാൽ മതി, അവിടെ ഞാൻ വാരിക്കോരി അനുഗ്രഹിക്കും. തലയല്ല, വാലല്ല, തലയല്ല. ഭയങ്കര സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഒരുപക്ഷെ കേട്ടത്. പക്ഷെ മുൻപോട്ട് ഇറങ്ങി ചെന്നപ്പോഴോ ഒന്നും കാണാൻ കഴിയുന്നില്ല. എല്ലാം അടങ്ങിയിരിക്കും, എല്ലാം അടയപ്പെട്ട അവസ്ഥ. ഇതിനകത്ത് എന്ത് പ്രതീക്ഷ, എന്ത് പ്രാപിപ്പാൻ കഴിയും? ആരോട് സംസാരിക്കും? ആരിലൂടെ ഇടപെടും? ആരെനിക്കൊരു ആശ്വാസമാകും? ചോദ്യത്തിനങ്ങൾ ധാരാളം നമ്മുടെ മുൻപിൽ കയറി വന്നേക്കാം. പക്ഷെ അതിന്റെ നടുവില സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ ഒറ്റയ്ക്കല്ല പോയത്, വടിയും കോലുമായി ഒരുത്തൻ എന്റെ കൂടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് അതിന്റെ നടുവിൽ ഞാൻ പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ ശങ്കയോടെ പുറകോട്ട് നിൽക്കേണ്ട കാര്യമില്ല. എനിക്ക് മുൻപോട്ട് പോകുവാനുള്ള വഴിത്താറ ഒരുക്കാൻ കഴിയുന്ന ഒരുവൻ എന്റെ കൂടെയുണ്ട്. എന്റെ കണ്ണെ അടഞ്ഞിട്ടുള്ളൂ, എന്റെ കണ്ണിലാണ് ഇരുട്ട്, എനിക്കാണ് ഇരുട്ട് നിമിത്തം കാണാൻ കഴിയാത്തത്. പക്ഷെ വെളിച്ചമായ ഒരുവൻ എന്റെ മുൻപിലുണ്ട്. എല്ലാത്തെയും അതുപോലെ കാണാൻ കഴിയുന്ന, അറിയാൻ കഴിയുന്ന ഒരുവൻ എന്റെ മുൻപിലുണ്ട്. അതുകൊണ്ട് അവന്റെ പിന്നാലെ ഞാൻ പിൻഗമിക്കുന്നത് കൊണ്ട് ഈ താഴ്വരയും ഞാൻ മറികടക്ക്, ഈ താഴ്വരയും ഞാൻ ചാടിക്കിടക്ക്. അതിനുള്ള യാതൊരു വിശ്വാസം എന്റെ അകത്തുണ്ട് എന്ന് സങ്കീർത്തനക്കാരൻ വളരെ നിശ്ചയദാർഢ്യത്തോടെ പ്രസ്താവിക്കുന്നു. സംഖ്യാപുസ്തകത്തിലേക്ക് വരാമോ? സംഖ്യാപുസ്തകം 32-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 32-ന്റെ 9 വേഗം വായിച്ചു. അവിടെ വായിക്കുന്നത് ഇസ്രായേൽ ജനത്തെ 12 പേരെ എണ്ണി പറഞ്ഞയച്ച് ദേശവും ഒറ്റ നോക്കി വരാൻ പറഞ്ഞു. അവർ എസ്കോൾ താഴ്വരയിലെത്തി. അവിടെ മുന്തിരിയുടെ നാടെന്നാണ് അറിയപ്പെടുന്നത്. എസ്കോൾ താഴ്വര എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്തിരിയുടെ നാട്. അപ്പൊ ആ താഴ്വരയിൽ ഇഷ്ടം പോലെ മുന്തിരിയുണ്ട്. അവിടെ നിന്നാണ് ഒരു കൊല മുന്തിരി കൊണ്ടുവന്നത്. അത് എത്ര പേര് ചുമന്നാ കൊണ്ടുവന്ന? 2 പേര്. ഒരു കൊല മുന്തിരി 2 പേര് ചുമന്നാണ് കൊണ്ടുവന്നത്. അപ്പൊ ആ മുന്തിരിക്കൊലയുടെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ മുന്തിരിയുടെ നാടാണ്, നന്മയുടെ നിറമാണ്, നന്മയുടെ ഉറവിടമാണ്, എല്ലാം കൊണ്ട് തൃപ്തിയാണ്, ജീവിതത്തിൽ ഒന്നിനും കുറവില്ല. പക്ഷേ പോരാനുള്ള ഒരു പുറപ്പാടോ വെളിപ്പാടോ അല്ലെങ്കിൽ ഒരു ദർശനമോ ദൈവ കാഴ്ചപ്പാടോ പ്രവചനമോ ശബ്ദമോ ദൂതമോ ഒക്കെ കിട്ടിയും കഴിഞ്ഞു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് കയറി ഒരു കലക്ക്. നമുക്കവിടെ പോകാൻ പറ്റില്ല, നമുക്കത് പ്രാപിപ്പാനും കഴിയില്ല. മനസ്സിലായി? എസ്കോൾ താഴ്വരയുടെ പ്രത്യേകത, മുൻപിൽ എന്താ ഉണ്ട്? നന്മയുണ്ട്. പക്ഷേ നമ്മൾ അങ്ങോട്ട് വിടില്ല. നമുക്കൊരു ചൊല്ലുണ്ട്, ഈ ആടിന്റെ കാ പഴക്കുമ്പോ കാക്കയ്ക്ക് വായ്പുള്ളൂ. ഫ്രിഡ്ജിനകത്ത് ഇഷ്ടം പോലെ അടുക്കി വെച്ചിട്ടുണ്ട്. എന്തുവാ? ബീഫ്, മട്ടൻ, ചിക്കൻ,
അതെല്ലാം ഇരിപ്പുണ്ട്. പക്ഷെ ഡോക്ടർ നമ്മളോട് പറഞ്ഞു മത്സ്യ മാംസാഹാരാദികളൊന്നും കഴിക്കരുത്. വീട്ടിൽ കഞ്ഞിയും പയറും കൊണ്ട് ചമ്മന്തി അരച്ച് നമ്മൾ അത്യാവശ്യം ജീവിച്ചു പോകും. ഇല്ലാഞ്ഞിട്ടാണോ? ഉണ്ട്. ഫ്രിഡ്ജ് തുറന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ നോക്കുമെന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് തൊടാൻ പാടില്ല, നമുക്ക് എടുക്കാൻ പാടില്ല. പലതും മുൻപിൽ ഒരുക്കപ്പെട്ട് പലതും നമ്മുടെ മുൻപിലുണ്ട്. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, കൈ വയ്ക്കാൻ പറ്റുന്നില്ല, അവകാശമാക്കാൻ കഴിയുന്നില്ല. പിശാചോ മാനുഷിക ശബ്ദങ്ങളോ നമ്മുടെ മുൻപിൽ നിന്ന് വിരോധിയായിട്ടോ അതല്ലാതെയായിട്ടോ പറയുന്നു, നിനക്കുള്ളതെല്ലാം നിനക്ക് എടുക്കാൻ പറ്റില്ല, നിനക്ക് പോകാൻ പറ്റില്ല, നിനക്ക് കരകയറാൻ പറ്റത്തില്ല, നിനക്കൊക്കില്ല, അതുകൊണ്ട് നീ ഇവയിൽ നിന്നെല്ലാം പിൻവാങ്ങണം. ചില എസ്കലോൺ താഴ്വര മുഖാമുഖം പറഞ്ഞ് കണ്ടിട്ടുണ്ട്, പക്ഷെ അനുഭവിപ്പാൻ കഴിയാതെ പരാജയപ്പെട്ടു പോകുന്നത്. നാളെ ജീവിതത്തിൽ നന്മ കയറി വരേണ്ടതാണ്, പക്ഷെ ഇന്ന് മുടക്കിക്കളയുന്ന അനുഭവം. നാളെ ഒരു സന്തോഷം അകത്ത് കയറി വരേണ്ടതാണ്, പക്ഷെ ഇന്ന് അതിനെ തകർത്ത് കളയുന്ന അനുഭവങ്ങൾ. ഇന്ന് പകൽക്കാലം ആത്മാവിനെ വിളിച്ചു പറയട്ടെ, ചില താഴ്വരകൾ നമ്മെ നോക്കി പുച്ഛിക്കുന്നുണ്ട്. ഇത് നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്, പക്ഷെ നിനക്ക് കയറി വരാൻ കഴിയുന്നില്ല. എന്താ കാര്യം? അകത്ത് തന്നെ അവിശ്വാസം, അകത്ത് തന്നെ പഠനപ്പിഴക്കങ്ങൾ, അകത്ത് തന്നെ പ്രാർത്ഥനക്കുറവ്, അകത്ത് തന്നെ വിശ്വാസമില്ലായ്മ, അകത്ത് തന്നെ കൂടിയെന്ന് പറയുന്നു നമുക്ക് പോകാൻ പറ്റില്ല, നമുക്കത് അവകാശമാക്കാൻ കഴിയില്ല. പക്ഷെ ഇന്ന് പകൽക്കാല കൃപ പ്രാപിച്ച രണ്ടുപേർ അതിനകത്തുണ്ട്. യോശുവയും കാലേബും എന്ന് പറഞ്ഞു, ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ്, നാം അവിടേക്ക് ഇറങ്ങിപ്പോകണം. അതിനാൽ നിങ്ങൾ പ്രാപിക്കുക തന്നെ ചെയ്യും. വിശ്വാസമാകത്ത് കത്തിച്ചൊലിച്ച രണ്ടുപേര് പ്രാപിച്ചു. ആ വിശ്വാസം പറഞ്ഞവർ ആ ദേശത്ത് മുടിഞ്ഞു പോകുവാനേ. ഇത് പകൽക്കാലം ആത്മാവിനെ വിളിച്ചു പറയും. വെള്ളെഴുത്ത് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ചിലരുടെ ജീവിതത്തിൽ ആത്മീക വെള്ളെഴുത്തുകളുണ്ട്. കാണേണ്ടത് കാണാൻ കഴിയാതെ പോകുന്നു, ശരിക്കും ഗ്രഹിപ്പാൻ, മനസ്സിലാക്കാൻ, ശ്രദ്ധിക്കാൻ, ഉൾക്കൊള്ളാൻ, ഏറ്റെടുക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നു. എന്നാൽ ഇന്ന് പകൽക്കാല കൃപ പ്രാപിച്ച ദൈവവൈദ്യനോട് എനിക്ക് പറയുവാൻ കഴിയും, നിന്റെ മുൻപിൽ ഒരുക്കപ്പെട്ട നന്മയാണ് തട്ടിമാറ്റാൻ ശത്രുവിനോ പിശാചിനോ നിന്റെ അവിശ്വാസ നിമിത്തം നീയായിട്ട് വച്ചുകൊടുക്കരുത്. മറിച്ച് വിശ്വാസത്തോടെ ഇറങ്ങി ചെന്നിട്ട് പറ, എസ്കലോൻ താഴ്വര മുന്തിരിയുടെ നാട്, അതെനിക്ക് വേണ്ടി ദൈവം ഒരുക്കപ്പെട്ടതാണ്, അതെനിക്ക് വേണ്ടി തലമുറ തലമുറയായി എന്റെ ദൈവം ഒരുക്കിയതാണ്. അത് ഞങ്ങൾ കാൽവയ്ക്ക്, ഞങ്ങൾ അവകാശമാക്ക്, ഞങ്ങൾ പ്രാപിക്കുമെന്ന് നാം വിളിച്ചു പറയാൻ തയ്യാറുള്ളവരായിരിക്കണം. ഒന്ന് ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 17-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിച്ചേ. ഓക്കെ, അവിടെ താഴ്വര നമ്മൾ വായിക്കുന്നു. ഏതാ താഴ്വര? ഏലാ താഴ്വര. യുദ്ധത്തിന്റെ താഴ്വരയാണ്, പോരാട്ടത്തിന്റെ താഴ്വരയാണ്. ഒരു ഭാഗത്ത് ഫെലിസ്ത്യർ നിൽപ്പുണ്ട്, മറുഭാഗത്ത് ഇസ്രായേൽ നിൽപ്പുണ്ട്. താഴ്വരയുടെ ഒരു ഭാഗം ആര് കൈയടക്കിയിരിക്കുകയാണ്? ഫെലിസ്ത്യർ കൈയടക്കിയിരിക്കുകയാണ്. മറുഭാഗത്ത് ഇസ്രായേൽ നിൽക്കുകയാണ്. ആ താഴ്വര നമ്മെ ചൂണ്ടി വിളിച്ചു പറയുകയാണ്, നിന്റെ മുൻപിൽ ഒരു യുദ്ധമുണ്ട്, നീ ജയിക്കുമെങ്കിൽ ഇപ്പോ മറുഭാഗം കൈയടക്കിയിരിക്കുന്ന ഫെലിസ്ത്യ ദേശം നിന്റെ കൈവശമാണ്. നീ പരാജയപ്പെടുമെങ്കിൽ നീ ചവിട്ടി നിൽക്കുന്ന ഭൂമി ഉൾപ്പെടെ ഫെലിസ്ത്യൻ കൈവശമാക്കി കൊണ്ടുപോകും. താഴ്വര പ്രവചിക്കുകയാണ്, താഴ്വര പ്രസ്താവിക്കുകയാണ്, താഴ്വര സംസാരിക്കുകയാണ്. ഇവിടെ ഞാനും നിങ്ങളും ചെയ്തു തീർക്കേണ്ട ചില പ്രവൃത്തികളുണ്ട്, നമ്മിലൂടെ പുറത്തു വരേണ്ട ചില പ്രവൃത്തികളുണ്ട്. 40 ദിവസം യുദ്ധം 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ അവിടെ നിൽക്കുകയാണ്. 40 ദിനരാത്രങ്ങള് വെല്ലുവിളിയുമായിട്ട് ഫെലിസ്ത്യർ ഇസ്രായേലിന്റെ മുൻപിൽ നിൽക്കുകയാണ്. പരാജയവുമില്ല, വിജയവുമില്ല, യുദ്ധം നടക്കുന്നുമില്ല. പക്ഷേ പേര് വേണമെന്ന് വിളിച്ചു പറയാം, യുദ്ധം എന്ന് പറയാം, ഉപവാസം ഉണ്ടെന്ന് പറയാം, ആരാധന ഉണ്ടെന്ന് പറയാം, പ്രാർത്ഥന ഉണ്ടെന്ന് പറയാം, അഭിഷേകം ഉണ്ടെന്ന് പറയാം, ദൈവങ്ങളെ ഉണ്ടെന്ന് പറയാം, ബൈബിൾ ജ്ഞാനം ഉണ്ടെന്ന് പറയാം, എല്ലാം ഉണ്ടെന്ന് പറയാം. പക്ഷേ അകത്ത് ജ്വലിക്കേണ്ട പ്രകാശം
നിന്നാ മതിയോ? കേട്ടാ മതിയോ? കണ്ടാ മതിയോ? ചവിട്ടണ്ടേ, പ്രാപിക്കണ്ടേ, സ്വയത്തമാക്കണ്ടേ, പേരെഴുതണ്ടേ, കുടുംബത്തോട് ചേർക്കണ്ടേ, നമ്മുടേതാക്കി മാറ്റണ്ടേ. കേവലം പാസ്റ്റർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്രവാചകന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അഭിഷിക്തന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മിലൂടെ ഇതുവരെയും വെളിപ്പെട്ടില്ല, പ്രവർത്തിച്ചില്ല. ആ സമയത്താണ് ഒരു കൊച്ചു ചെറുപ്പക്കാരൻ ബാലൻ കയറി വരുന്നു. അവൻ ദൂരെ നിന്ന് കേട്ടത് ഇസ്രായേലിനെതിരെ സൈന്യങ്ങളുടെ ദൈവത്തെ നിന്ദിക്കുന്ന ഒരു ശബ്ദം. അവൻ കേട്ടത് ഫെലിസ്ത്യ വ്യക്തികളെ അല്ല, അല്ലെങ്കിൽ വലിയ കൂട്ടം ആ ശത്രുവിനെ അല്ല അവൻ കാണുകയോ കേൾക്കുകയോ ചെയ്തത്. അവന്റെ ചെവിയിലെത്തിയത് അവൻ സേവിക്കുന്ന, അവനെ ഇതുവരെ നിലനിർത്തിയ രണ്ടപകടങ്ങൾ അവന്റെ മുമ്പിൽ വന്ന് കണ്ണിന്റെ മുമ്പിൽ വന്നതാണ്. കടി സിംഹം അവനെ തകർത്ത് കളയുവാൻ വന്നതാണ്. രണ്ടിനെയും തകർക്കുവാൻ കഴിയുന്ന ദൈവശക്തി അവന്റെ മേൽ വ്യാപരിച്ചത് യഹോവയുടെ കരമെന്ന് അവൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഇവിടെ അവനെ നിർത്തിയ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവത്തെ തള്ളിപ്പറയുന്ന, ആ ദൈവത്തെ നിന്ദിക്കുന്ന ഒരുവന്റെ ശബ്ദമാണ് ദാവീദിന്റെ ചെവികളിൽ മുഴങ്ങി കേട്ടത്. അതുകൊണ്ട് ദാവീദ് എന്താ ചെയ്യുന്നറിയാമോ? പല എതിർപ്പുകളുണ്ടായിരുന്നു. ജ്യേഷ്ഠൻ അവനെ എതിർത്തു. രാജാവ് പറഞ്ഞു, നീ ബാലനാണ്, നിന്നെ കൊണ്ട് പറ്റില്ല. അവനാണെങ്കിൽ ചെറുപ്പം മുതലേ അഭ്യാസിയാണ്, നിന്നെ കൊണ്ടൊന്നും സാധ്യമല്ല. എതിർപ്പുകൾ പലതുണ്ടായിരുന്നു. വ്യക്തികൾ പലതുമൊക്കെ അവന് ചെകഞ്ഞു മാറ്റി ബാധ്യത പുറകോട്ട് പിന്നോട്ട് മാറ്റി നിർത്തുവാനൊക്കെ ശ്രമിച്ചു. പക്ഷെ ദാവീദ് പറഞ്ഞു, ഇല്ല, എനിക്ക് പോകണം, എനിക്ക് പോകണം. ഇന്ന് പകർക്കാരൻ പ്രിയ ദൈവമക്കളെ, മുൻപിൽ അവകാശം പതിയുന്നു. ദൈവം തന്നതുണ്ട്, മുൻപിലുണ്ട്. നാം കേട്ട പ്രവചന ശബ്ദവും ദൂതും ഒക്കെ നമ്മുടെ മുൻപിൽ നിരത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കാൽ വെക്കണമെങ്കിൽ മുമ്പോട്ടിറങ്ങണം. നിൽക്കുന്ന നിൽപ്പിൽ ഒന്നും പ്രാപിക്കണമെന്ന് നിർബന്ധമില്ല. ഒരുപക്ഷെ ചിലത് പ്രാപിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഇന്ന് പകൽക്കാലം അന്ത്യകാലത്ത് ജീവിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ച് പ്രാപിക്കണമെന്ന് നാം മുൻപോട്ടിറങ്ങാൻ തയ്യാറാകണം. അവിടെ ആരും അതിന് തയ്യാറല്ല. പക്ഷെ ദാവീദ് പറഞ്ഞു, ഞാൻ അതിന് തയ്യാറാണ്. ഇസ്രായേൽ നിരക്കകത്തു നിന്ന് ഈ മനുഷ്യൻ ഓടിപ്പോവുകയാണ്. അവൻ മുന്നോട്ടോടുക. എന്താ കാര്യം അവൻ മുന്നോട്ടോടാന്നറിയാമോ? 40 ദിവസമായി ലഭ്യമാകേണ്ട നന്മ തടയപ്പെട്ടിരിക്കുകയാണ്. ഏത് താഴ്വരയാണ്? ഏതാ താഴ്വര ചവിട്ടി വെച്ചിരിക്കുകയാണ്. ഏതാ താഴ്വര മൂടി വെച്ചിരിക്കുകയാണ്. 40 ദിവസം കൊണ്ട് വെല്ലുവിളി മാത്രം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ താഴ്വരയുടെ വെല്ലുവിളിയുടെ നടുവില് അവന്റെ ചുറ്റുമുണ്ടായിരുന്ന ആൾക്കാർ ആക്രോശിച്ചുകൊണ്ട്, ഇവൻ ബാലൻ, ഇവൻ കുഞ്ഞ്, അവന്റെ മുന്നിൽ നിൽക്കുന്ന ശത്രു വിളിച്ചു പറഞ്ഞു, നിന്റെ മാംസത്തെ പക്ഷികൾക്ക് ഞാൻ ആഹാരമാക്കി കൊടുക്കാം എന്നൊക്കെ പറയുമ്പോ അവൻ അതിന്റെ നടുവ് ഇത് ഓടിപ്പോവുകയാണ്. നഷ്ടമായി പോയ എത്രയോ ദിവസങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പ്രാപിക്കേണ്ട വിടുതലുകൾ നഷ്ടമാക്കി കളഞ്ഞ നമ്മുടെ അവിശ്വാസത്തെ, നമുക്ക് ധാരണയില്ലാത്തത് കൊണ്ട്, നമുക്ക് കൃപയെ നഷ്ടപ്പെടുത്തി ജീവിച്ചത് കൊണ്ട്, പ്രാർത്ഥന കുറവ് കൊണ്ട്, അഭിഷേകം ഇല്ലാതെ വന്നതുകൊണ്ട്, ദൈവമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയാതെ പോയതുകൊണ്ട് നഷ്ടമായി പോയ എത്രയോ നന്മകളുണ്ട്. ഇന്ന് പകൽക്കാലം ദാവീദ് നോക്ക്, അവൻ ഓടിപ്പോവുകയാണ് നഷ്ടത്തെ ലാഭമാക്കി മാറ്റുക. സ്തോത്രം, ഹല്ലേലൂയ. വേഗം ചെന്ന് ആ മലനായ ഗോലിയാത്തിനെ അവൻ എറിഞ്ഞു വീഴ്ത്തി. ഏതാ താഴ്വര എന്ന് പറയുന്നത്? യുദ്ധത്തിലുള്ള താഴ്വരയാണ്. അത് പരാജയ ഭീതി മുഴക്കി നിർത്തുന്ന ശത്രുവിന്റെ മേൽ ദൈവസഭ ജയമേറ്റെടുക്കേണ്ട താഴ്വരയാണ്. ആമേൻ, ഹല്ലേലൂയ. എല്ലാവർക്കും ജയിക്കാൻ കഴിയില്ല, എല്ലാവർക്കും കൃപ പ്രാപിക്കാൻ കഴിയില്ല, എല്ലാവർക്കും ആനന്ദിക്കാൻ സന്തോഷിക്കാൻ കഴിയില്ല, എല്ലാവർക്കും വാഗ്ദത്തം ഏറ്റെടുക്കാൻ കഴിയില്ല. ആർക്കേ സാധിക്കുള്ളൂ? പിശാചിന്റെ വെല്ലുവിളിയെ ഭയക്കാതെ ഇറങ്ങിപ്പോകുന്നവന് മാത്രമേ അത് പ്രാപിച്ചെടുക്കുവാൻ കഴിയൂ. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഭയമില്ലാതെ കിടന്നുറങ്ങുന്നവരാണ്. അതുകൊണ്ട് തന്നെ സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ച് നമ്മൾ കിടന്നുറങ്ങിയ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് നമ്മൾ ഉറക്കം എഴുന്നേൽക്കുന്നത്. ഭയമില്ല, ഭയക്കേണ്ട കാര്യമില്ല. അകത്തും പുറവും നമ്മൾ പൂട്ടിയിട്ടുണ്ട്. മുൻപും പിൻപുമെല്ലാം വാതിലടച്ചിട്ടുണ്ട്, ജനൽ വാതിലെല്ലാം അടച്ചിട്ടുണ്ട്. ആരും കയറുന്നു വരുവാനില്ല. നമ്മുടെ വീട്ടിനകത്ത് സ്വർണ്ണമോ മറ്റ് സംവിധാനമോ എടുപ്പുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ആരും ഒന്നും എടുത്തോണ്ട് പോകാനില്ല. അതുകൊണ്ട് സമാധാനത്തോടെ സ്വസ്ഥതയോടെ നമ്മുടെയൊക്കെ ഭവനങ്ങൾക്കകത്ത് കിടന്നിറങ്ങുവാൻ കഴിയും. പക്ഷെ എന്റെ ചോദ്യം,
ഒരു മൂർഖൻ പാമ്പ് നിങ്ങളുടെ കട്ടിലിന്റെ അടിയിൽ ഉള്ളത് നിങ്ങൾ അറിയാതെ, നിങ്ങൾ ഭയമില്ലാതെ കിടന്നുറങ്ങും. പക്ഷേ ആ മൂർഖൻ പാമ്പ് നിങ്ങളുടെ കട്ടിലിന്റെ അടിയിൽ ഉള്ളത് നിങ്ങൾ അറിഞ്ഞാൽ ഭയമില്ലാതെ കിടന്നുറങ്ങില്ല. അപ്പോഴും ഉണ്ടവിടെ. അത് ഉള്ളത് നിങ്ങൾ അറിയാതെ നിങ്ങൾ അങ്ങനെ കിടന്നു, ഭയമില്ലാതെ കിടന്നുറങ്ങി. ഒരു ഭയമില്ല, ഒരു ബുദ്ധിമുട്ടില്ല, ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് കിടന്നുറങ്ങി. പക്ഷെ ആ മൂർഖൻ പാമ്പ് കട്ടിലിനടിയിൽ ഉള്ളത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല. പക്ഷെ ഇന്ന് പകൽ ജയിക്കാൻ കഴിയുന്ന വിശ്വാസി എന്ന് പറയുന്നത് മൂർഖൻ പാമ്പ് കട്ടിലിന്റെ അടിയിൽ ഉണ്ടെങ്കിലും ഞാൻ ഭയമില്ലാതെ കിടന്നുറങ്ങും. കാരണം അതിനെ ജയിക്കാൻ കഴിയുന്ന ദൈവശക്തി എന്റെ മേലുണ്ട്. എന്നെ എതിർത്ത് തോൽപ്പിപ്പാൻ എന്റെ മുൻപിൽ നിൽക്കുന്ന പിശാചിനെ കാക്കാൻ കഴിയുന്ന ഒരു ശക്തി എന്റെ മേൽ വ്യാപരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ഇരുട്ടിന് തകർക്കാൻ കഴിയില്ല. പൈശാചിക ശക്തികൾക്ക് എന്നെ ഉടയ്ക്കുവാൻ കഴിയില്ല. അതിന്റെ നടുവിൽ ഞാൻ ജയാളിയാണെന്ന് വിളിച്ചു പറയുന്ന ഒരു ദൈവമകന് ഏതാ താഴ്വര ഒരു വിഷയമല്ല. അവൻ ആ ഏതാ താഴ്വരയിൽ ജയിച്ചടക്കി അവൻ ജയാളിയായി മടങ്ങി വരുവാനിടയാണ്. 40 ദിവസം നിന്ന ശൗലിന്റെ കൂട്ടർക്ക് കിട്ടാത്ത ഒരു ജയം ബാലനായ ദാവീദ് അവന് പ്രതികൂലമായി നിന്ന മല്ലനായ ഗോലിയാത്തിന്റെ തല വെട്ടിമാറ്റി കയ്യിൽ തലയേന്തി വാളിൽ കയ്യിൽ പിടിച്ചു വരുമ്പോ അവന് പറയുവാൻ ഒരു സാക്ഷ്യമുണ്ട്, അവന് പറയുവാൻ ഒരു വാർത്തവാക്യമുണ്ട്. എന്താണെന്നറിയാമോ? ഈ ഏലാ താഴ്വര എന്നെ മരണത്തിന് വിധിച്ച താഴ്വരയാണ്. നായെപ്പോലെ നീ എന്റെ അടുക്ക വരുമ്പോ നിന്റെ ഈ ശരീരത്തെ പക്ഷികൾക്ക് ഞാൻ ആഹാരമാക്കുമെന്ന് വിളിച്ചു പറഞ്ഞ താഴ്വരയാണ് ഈ താഴ്വര. പക്ഷെ അവന്റെ വാക്കിന് ഞാൻ സ്വയമേ എന്നെ തന്നെ സമർപ്പിച്ചിരുന്നെങ്കിൽ പക്ഷികൾക്ക് ആഹാരമാകുമായിരുന്നു, ഞാൻ കേവലം ഒരു ചത്ത നായ്ക്ക് തുല്യമാകുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു? ഇസ്രായേൽ ഗോത്രത്തിന്റെ സിംഹമായവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. അവൻ എന്നോടൊപ്പം ഉള്ളത് കൊണ്ട്, അവന്റെ സാന്നിധ്യം എന്റെ അകത്തുള്ളത് കൊണ്ട് ശത്രുവിന്റെ മുൻപിൽ ഞാൻ പരാജയപ്പെടില്ല. പക്ഷെ ശത്രു എന്റെ മുൻപിൽ ആടിയാൽ വെച്ചു. അതുകൊണ്ട് ഏഴ് താഴ്വര എന്റെ ദൈവത്തെ മരണത്തിന്റെ അല്ല, അത് ഉയർപ്പിന്റേതാണ്, അത് ജീവന്റെ താഴ്വരയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും വെക്കണമെന്ന് നിർബന്ധമില്ല, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ദാവീദ് പ്രാപിച്ച അതേ ആത്മാവ് അകത്ത് പ്രാപിച്ച ദൈവസഭയ്ക്കകത്ത് ഇന്ന് രാവിലെ ആരാധിക്കുന്ന ഒരു ദൈവമകനുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് പറയുവാൻ കഴിയും, അതെ ഏലാ താഴ്വരയ്ക്ക് എന്നെ തകർക്കാൻ സാധ്യമല്ല. ആ താഴ്വരയുടെ നടുവില് ഞാൻ ജയാളിയായി എഴുന്നേറ്റ് മുൻപോട്ട് പോകുവാനിടയാണ്. 2 ദിനവൃത്താന്ത പുസ്തകം അതിന്റെ 20-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. 4-ാം ദിവസം അവർ ബെരാഖ താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ബെരാഖ താഴ്വര എന്ന് പേർ പറഞ്ഞു. ബെരാഖ അഥവാ സ്തുതി, സ്തോത്രം ഉടലെടുത്ത താഴ്വര. യുദ്ധത്തിന് പോയവരാണ്, യുദ്ധത്തിന് പോയവരാണ്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, ഭയങ്കര യുദ്ധം നടക്കുക. യഹൂദ ജയിച്ചു, യഹൂദ ജയിച്ചു, യഹൂദ ജയിച്ചു. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി, സ്തുതിക്കുന്നവൻ ജയിച്ചു. യുദ്ധം നടക്കുക, പക്ഷേ സ്തുതിക്കുന്നവൻ, ദൈവത്തെ ആരാധിക്കുന്നവൻ, ദൈവത്തെ പ്രാർത്ഥിക്കുന്നവൻ ആ ബെരാഖ താഴ്വരയിൽ ജയിച്ചു എന്ന് പറയുമ്പോ ഇന്ന് പകൽ ഓർക്കുക, ബെരാഖ താഴ്വര അത് സ്തുതിയുടെ താഴ്വരയാണ്. സ്തുതിക്കുന്നവൻ എവിടെയും ജയിക്കും, ആരാധിക്കുന്നവൻ എവിടെയും ജയിക്കും, പ്രാർത്ഥിക്കുന്നവൻ എവിടെയും ജയിക്കും. അവനെ പരാജയപ്പെടുത്തുവാൻ ഈ ഭൂമിയിൽ ആർക്കും സാധ്യമല്ല. പക്ഷെ സത്യസന്ധമായിട്ട് വേണം ഞാൻ നിങ്ങൾ പാടാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും. ഇന്നലെ രാത്രിയിൽ ഒരു ദൈവദാസനെ വിളിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ആയിരിക്കുന്ന സ്ഥലത്ത് ബിഷപ്പിയുടെ മകനോട് ചേർന്ന് ഒരു ചർച്ച ഹോളും കൂടെ പണിയും. അപ്പോ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഒരു ചെറിയൊരു പ്ലാന് എനിക്കൊന്ന് വരച്ചു തരണമെന്ന് പറഞ്ഞു. ഞാൻ എഞ്ചിനീയറോ ആർക്കിടെക്ട് ഒന്നും അല്ല, പക്ഷെ ഒരുപാട് പള്ളിക്ക് പ്ലാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്, ഒരുപാട് വീടിന് പ്ലാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്, ഒരുപാട് വീട്
എൻ്റെ പ്ലാൻ അനുസരിച്ച് ഞാൻ വയ്പ്പിച്ചിട്ടുമുണ്ട്, ഞാൻ വച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് എന്ത് വിചാരിച്ച് നിങ്ങളാരും എൻ്റെ അടുത്ത് കൊണ്ട് പ്ലാനുമായിട്ട് വരരുത് വരയ്ക്കാൻ. കാരണം ഞാൻ വരച്ച ആരും അംഗീകരിക്കില്ല. ഓക്കെ, ഞാൻ വരച്ച വീടാണ് എൻ്റെ വീട്. ഈ പള്ളിയിൽ ഞാൻ വരച്ച പള്ളിയാണ് സ്വന്തം, അല്ലാതെ വേറെ എഞ്ചിനീയറൊന്നും ഇതിൽ വരച്ചിട്ടില്ല. അപ്രൂവ് ചെയ്യണമെങ്കിൽ എഞ്ചിനീയർ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എഞ്ചിനീയർ വരച്ച് അപ്രൂവ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എഞ്ചിനീയറെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി അദ്ദേഹം എന്നെ വിളിച്ചു, അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, വാസിക്കലേക്കാണ് കാര്യങ്ങൾ. അവിടുത്തെ വിശ്വാസികൾക്ക് ഒരു 650 സ്ക്വയർ ഫീറ്റ് മതിയെന്നാണ് ഇഷ്ടം. പക്ഷേ എൻ്റെ കണക്കനുസരിച്ച് ഒരു 1000-1200 സ്ക്വയർ ഫീറ്റെങ്കിലും വേണം. കാരണം ഒരു പാസ്റ്റർക്ക് ഒരു 2 പിള്ളേരുണ്ട്, അത് ആണും പെണ്ണുമാണെങ്കിൽ എനിക്കിപ്പോൾ 2 ആൺപിള്ളേരേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല പാസ്റ്റർ. പക്ഷേ അടുത്ത് വരുന്ന ഒരാളിന് ഒരു ആണും പെണ്ണുമൊക്കെ ആണെങ്കിൽ, പ്രായപൂർത്തിയായ പിള്ളേരൊക്കെ ആണെങ്കിൽ അവർക്ക് 2 മുറി വേണ്ടേ? ഇനി എങ്ങാനും ഒരു ഗസ്റ്റ് വല്ലതും താമസിക്കാനായിട്ട് വന്നാൽ അതിനൊരു സംവിധാനം വേണ്ടേ? അപ്പം അതുകൊണ്ട് ഇച്ചിരി കൂടെ വലുത് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ അതനുസരിച്ച് ഒരു 3 ബെഡ്റൂം, ഹാള്, 2 ബാത്റൂം, കിച്ചൺ, ആ സംവിധാനം വരച്ചു കൊടുത്തു. അപ്പോൾ ആ വരപ്പുകാരനെ കൊടുത്തപ്പോൾ, അത് ആർക്കിടെക്റ്റിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് ഇതനുസരിച്ച് വരയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വരച്ച് പ്ലാൻ അപ്രൂവ് ആക്കി ഇന്നലെ എന്നെ വിളിച്ചു, പണി തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ബസ്സേ വന്നിട്ട് ഇപ്പോൾ 2 വർഷം ആകുന്നുണ്ട്, PBS ഒക്കെ നടത്തി, കുറേ നന്നായി, കുറേ